हरि ओम नमस्ते. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആദിമാർഗ മലബാരത്തിലെ കുളീവനത്തിലായിരുന്നു. അവിടെ മകരസംക്രാന്തിയുമായി ബന്ധപ്പെട്ട് മകരവിളക്ക് മഹോത്സവം നടക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ പൂജയിലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലൊക്കെ വ്യാപൃതനായിരുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് നമുക്കൊന്നും കാര്യമായിട്ട് പറയാൻ പറ്റിയില്ല. എന്നിരുന്നാലും നമ്മളുടെ ഒരു അഭിപ്രായം ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ താമസിക്കുന്ന ഗോപന്നസ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഈ ജീവൻ വെടിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ ചുരുങ്ങിയ വാക്കിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത്, ഒരു സമാധി എന്ന് പറയുന്ന വ്യവസ്ഥയ്ക്ക് വലിയ ഗോപ്യതയൊന്നും, ഈ പറയപ്പെടുന്ന വലിയ ഗോപ്യതയൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഇത് സമാധിയാണെന്നതിൽ നമുക്ക് ചില സംശയങ്ങളുമുണ്ട്. അപ്പം നമ്മെപ്പോലുള്ള ആളുകൾക്ക്, നമ്മളൊക്കെ സാധാരണക്കാരാണ്, എന്നിരുന്നാൽ പോലും ആധ്യാത്മികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളായതുകൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഒരു സംശയം എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ, നമ്മൾ സാധാരണക്കാരനാണ്, അല്ല അസാധാരണ എന്നല്ല അതിൻ്റെ അർത്ഥം, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സബ്ജക്റ്റാണ് വിഷയം, അല്ലാണ്ട് നിങ്ങൾ മറ്റൊന്നും എടുക്കരുത്, ഒബ്ജക്റ്റിക്ക് വരരുത്, സബ്ജക്റ്റിൽ നിൽക്കണം. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് സംശയം ഉണ്ടാകുമ്പോൾ ഇതിനെക്കുറിച്ചൊരു ധാരണയും ഇല്ലാത്തവർക്ക് എന്താവും അവസ്ഥ എന്നാണ് പറയാൻ ശ്രമിച്ചത്. എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ തണം ചെയ്തുകൊണ്ട് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ കോടതിയുടെ, ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഗോപൻ സ്വാമിയുടേതാണെന്ന് പറയപ്പെടുന്ന ആ കല്ലറ പൊളിച്ച് ആ മൃതശരീരം എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ പശ്ചാത്തലത്തിലാണ് വളരെ വൈകിയ വേളയിലാണെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം നമ്മൾ തുറന്നു പറയുന്നു. കേരളത്തിലെ ഹൈന്ദവ സംസ്കൃതിയുടെ ആധ്യാത്മിക മണ്ഡലത്തിൽ ഒരു പറ്റം, പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ആധ്യാത്മിക വിശ്വാസ പാരമ്പര്യങ്ങളുടെ ഭാഗമായി ധാർമ്മിക സമരങ്ങളും ആശയപ്രചരണങ്ങളും ആശയ പോരാട്ടങ്ങളും ഒക്കെ നിയമപരമായിട്ടുള്ള കോടതി വ്യവഹാരങ്ങളും എല്ലാം നടത്തി വർത്തമാന കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ആചാര്യൻ, അല്ലെങ്കിൽ നമ്മുടെ സമ്പ്രദായ പ്രകാരം ഒരു സന്യാസി, മഠാധിപതി, സാധകൻ, എന്ത് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ഒരു ഗുരുവായിരിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്കൊക്കെ ആ സമൂഹങ്ങളെ സംബന്ധിച്ച്, നമ്മെ പിൻപറ്റുന്ന ആളുകളെ സംബന്ധിച്ച്, നമ്മെ കേട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ആ തലത്തിൽ നിന്ന് ഒരു അഭിപ്രായം ഇത്തരം വിഷയങ്ങൾ പറയുക എന്നുള്ളത് ഗൗരവമേറിയ വിഷയമാണ്, പറയുകയും വേണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ഭാഗത്തുനിന്ന് അഭിപ്രായം ഉണ്ടായിട്ടില്ലെങ്കിൽ നിലവിൽ ഹിന്ദു എന്ന് പറഞ്ഞ അഭിപ്രായം പറയുന്നവരുടെ അഭിപ്രായമാണ് നമ്മുടെ അഭിപ്രായം എന്ന് വരും. അങ്ങനെ നമുക്ക് കരുതി ഇരിക്കാം. പക്ഷെ എന്താണ്, അത് നമ്മളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള അഭിപ്രായമാണ് അവർ പറയുന്നതെങ്കിൽ നമ്മൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ആ പറയുന്നവരുടെ അഭിപ്രായം നമ്മുടെ അഭിപ്രായം. പക്ഷെ ചരിത്രപരമായി ഇന്നിപ്പോൾ നിമിഷം വരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഭൂരിപക്ഷ ജനതയുടെ, ഹൈന്ദവ സംസ്കൃതിയുടെ ഭൂരിപക്ഷ ജനതയുടെ അഭിപ്രായങ്ങളല്ല പലപ്പോഴും ഹിന്ദു എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സംഘടനകളോ ആചാര്യന്മാരോ ഗുരുക്കന്മാരോ പറയുന്നു. വളരെ ന്യൂനപക്ഷമായിരിക്കുന്ന ചില ആളുകളുടെ ആചാരവിശ്വാസങ്ങൾ പറഞ്ഞുകൊണ്ട് അതാണ് ഹിന്ദു എന്ന് പറയുകയും അതിനെ സ്ഥാപിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് വലിയൊരു ആപത്തിലൂടെയാണ് ഹൈന്ദവ സമൂഹം കടന്നു പോകുന്നത്.
അപ്പൊ അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ നമ്മുടേതായ അഭിപ്രായം പറയേണ്ടി വരുന്നത്. കാരണം നമ്മുടെ അഭിപ്രായം ഇവർ പറയുന്നില്ല, നമ്മളെ കേൾക്കുന്നില്ല, ചോദിക്കുന്നില്ല, നമ്മെ പോലുള്ളവരെ കേൾക്കുന്നില്ല, നമ്മളെ തന്നെ വേണമെന്നില്ല, നമ്മളെ പോലുള്ളവരെ കേൾക്കുന്നില്ല. അപ്പൊ അവിടെ ആശയപരമായി ഹിന്ദു സംസ്കൃത ഭാഗമായി നിന്നുകൊണ്ട് തന്നെ വലിയൊരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ. ഗോപൻ സ്വാമിയുടെ സമാധിക്ക് പോലും അതിന്റെ വിവാദത്തിൽ പോലും രംഗത്ത് വന്ന ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന കൗള ശാക്തേ മലബാര സംബന്ധിയായിരിക്കുന്ന ആളുകളുടെ ഒരു വിഷയത്തിൽ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് ജാതി കൊണ്ടോ മതം കൊണ്ടോ അല്ലെങ്കിൽ ആചാരത്തിൽ തന്നെ ഇവർ കരുതുന്ന ആചാരങ്ങൾക്ക് വേണ്ടി മാത്രമോ ഒക്കെയാണ് ഇവർ നിലകൊള്ളുന്നത്. അത്തരം ആളുകൾ നമ്മുടെ ഭാഗമല്ല, അവരുടെ ഭാഗമല്ല നമ്മൾ അവരുടെ ഭാഗമാണെങ്കിൽ അത് മനസ്സിലാക്കണം. അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഇപ്പോഴും പറയുന്നത് കുറ്റപ്പെടുത്തലുകളല്ല. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വിവേചനം അല്ലെങ്കിൽ വിവേചിക്കുന്നു എന്നൊക്കെ പലർക്കും തോന്നും. അങ്ങനെയല്ല. വിവേചിച്ച് മാറി നിൽക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മളങ്ങനെ നിൽക്കണം. അങ്ങനെയല്ല, നമ്മളെപ്പോഴും എല്ലാത്തിനും തയ്യാറാണ്. പക്ഷെ മറിച്ച് ഇവരുടെ നിലപാടുകൾ അങ്ങനെയല്ല. ഇവരുടെ ഔദാര്യം പോലെ പലതും ചെയ്യുന്നു. ഇവർക്ക് ഭേദബുദ്ധിയുണ്ട്, സമ്പ്രദായ ഭേദമുണ്ട്, ജാതീയമായിട്ടുള്ള വേർതിരിവുകളുണ്ട്, രാഷ്ട്രീയപരമായി പോലും ഇവരും മറ്റു മതങ്ങളെ പോലെയല്ല. മറ്റു മതങ്ങൾക്ക് മതപരമായ കാര്യങ്ങൾക്കാണ് താല്പര്യം, അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയമുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഒരു രാഷ്ട്രീയം മറിഞ്ഞുകൊണ്ട് അത് മാത്രമാണ് ഈ ഹൈന്ദവർ എന്ന് പറയുന്ന രീതിയുണ്ട്. ആ രാഷ്ട്രീയത്തോട് നമുക്ക് ബന്ധമൊന്നുമില്ല, ഒരു രാഷ്ട്രീയത്തോടും ഇല്ല. ആ രാഷ്ട്രീയമാണ് ഹിന്ദു എന്ന് പറയുമ്പോൾ അത് ഹിന്ദുക്കൾക്ക് ദോഷമാണെന്നാണ് പറയുന്നത്. ഏതൊരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ ജനാധിപത്യ രാജ്യത്ത് ഹിന്ദുക്കൾക്ക് ഒരു മുന്നേറ്റം ഉണ്ടാവില്ല. മറ്റു മതങ്ങൾ മുന്നേറുന്നത് അവർക്ക് അവരുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയത്തിനോട് മാറി മാറി അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി വോട്ട് സംവിധാനം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇത് രാമുഖമായി ഇതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, എന്തുകൊണ്ട് നമ്മൾ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് ഹൈന്ദവ പ്രസ്ഥാനങ്ങളോ അവരുമായി ബന്ധപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങളോ നമ്മുടെയോ നമ്മുടെ ജനതയുടെയോ ആത്മീയമായിട്ടുള്ള അഭിപ്രായത്തെ ആരായാറില്ല. അവർ എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് ഈ പറയപ്പെടുന്ന അവർ കരുതുന്ന ഈ ന്യൂനപക്ഷമായിരിക്കുന്ന ആളുകളുടെ ആധ്യാത്മികത എല്ലാ ഹിന്ദുവിൻ്റെയാണെന്ന് പറഞ്ഞ് അത്തരം മുഖങ്ങളെ മാത്രം എടുക്കുകയും അത്തരം അഭിപ്രായങ്ങളെ മാത്രം സ്വീകരിക്കുമ്പോൾ മാറ്റി നിർത്തൽ അനുഭവപ്പെടുന്നവരെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ മാറി തന്നെയാണെന്ന് പറയേണ്ട അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കുറച്ച് സമയമായിട്ട് പ്രവർത്തിക്കുന്നത്, സംസാരിക്കുന്നത്. ഞങ്ങളെ മാറ്റി നിർത്തുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെയാണ്. ഞങ്ങൾ ഹൈന്ദവരാണ്, ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾക്ക് വേറെ അഭിപ്രായമുണ്ട്. അത് ഞങ്ങളെ നിങ്ങൾ കേൾക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വിവേചിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിലേ സാമ്പ്രദായികപരമായിട്ട് വ്യത്യാസമുണ്ട്. നിങ്ങൾ അസ്പൃശ്യത കാണിക്കുന്നവരാണ് എല്ലാ മാധ്യമങ്ങളും നേതൃത്വങ്ങളും. അത് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എന്ന് പറയുന്ന വന്യദ്ദേഹം വാർത്തയിലൊക്കെ നമ്മൾ കേട്ടത് അദ്ദേഹം ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു, അദ്ദേഹമാണ് സ്വാമിയായെന്നാണ്. ചുമട്ട് തൊഴിലാളി മാത്രമല്ല, തീട്ടം കോരുന്നവന് വേണമെങ്കിൽ സ്വാമിയാകാം. സ്വാമി അവന്റെ കർമ്മമേഖലയെ സംബന്ധിച്ചിട്ടൊന്നുമല്ല. ഇവിടെ പല രീതിയിൽ പോയവരും യോഗിമാരുടെ പാടത്ത് പണിയെടുക്കുന്ന നന്ദനാർക്ക് യോഗിയാകാൻ കഴിഞ്ഞെങ്കിൽ എന്താ ചുമട്ട് തൊഴിലാളിക്ക് പറ്റില്ലേ? അല്ല, അവൻ ഇന്നലെ അടിക്കേസിൽ പ്രതിയാണെന്നാ ചിലർ പറയുന്നു. നാട്ടുകാരെ കുത്തിന് പിടിച്ചിട്ട് പള്ളക്ക് കത്തിയും കയറ്റി പോയിരുന്ന രത്നാകരൻ, അഗ്നിശർമ്മൻ എന്ന രത്നാകരൻ എന്ന ബ്രാഹ്മണൻ തെമ്മാടിയായി നാണ്ട് അയാൾക്ക് വാത്മീകിയാകാമെങ്കിൽ അയാളെ ആദിവാസി എന്നൊക്കെ പറയാനാണ് ചിലർ ശ്രമിക്കുന്നത് നിരന്തരം. അത് ഈ ജനത മോശമെന്ന് വേണം. അങ്ങനെയല്ല, തെമ്മാടിയായി നടന്നൊരു ബ്രാഹ്മണൻ, നമ്മൾ വേണമല്ല, പുരാണങ്ങൾ വേണതാ, അയാൾക്ക് ശിവജനൊക്കെ ആകാമെങ്കിൽ അത്രയും ഒന്നുമില്ല ഒരു ഗോപൻ സ്വാമിയും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ആ അർത്ഥം കൊണ്ട് ഇയാൾക്ക് സന്യാസിയാവാൻ പറ്റുക, അയാൾക്ക് മാത്രമല്ല ആർക്കും ആവാം, നിങ്ങൾക്കും ആകാം. സന്യാസിയാരുടെയും കുത്തകയൊന്നുമല്ല. അല്ല, സന്യാസോപനിഷത്തും സന്യാസമായിരിക്കുന്ന ഗ്രന്ഥങ്ങളും അതിന് അധികാരം തരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഗ്രന്ഥങ്ങളൊന്നുമല്ല ഒരാളെ ആത്മീയത നിശ്ചയിക്കുന്നത്. ഒരുത്തൻ്റെ ആത്മീയത നിശ്ചയിക്കുന്ന അവനാണ്. അവന് ഇഷ്ടമുള്ള രീതിയിൽ അവന് പോകാം. പറഞ്ഞു വെച്ച സമ്പ്രദായ പ്രകാരം തന്നെ വേണമെന്നില്ല. അങ്ങനെയുണ്ട്. ചില ആളുകളുടെയൊക്കെ അഭിപ്രായം നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷമാണ് നമ്മളിത് പറയുന്നത്. സമാധി ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, സമാധി ആകുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങനെ പാടുള്ളൂ, അതിൽ കൂവളത്തില വേണം, അതിൽ തുളസിയില വേണം, അതിൽ ഇങ്ങനെ തന്നെ പാക്ക് ചെയ്യണം, ഉപ്പും മണൽ ഉപയോഗിക്കാൻ പാടില്ല, ഉപ്പിടുക എന്ന് പറഞ്ഞാൽ അതല്ല എന്നൊക്കെ പലരും പറഞ്ഞ് നമ്മൾ കേൾക്കുകയുണ്ടായി. അതായത് അവര് പഠിച്ചത് അവർ അറിഞ്ഞത് മാത്രമേ പാടുള്ളൂ, അതിൻ്റെ അപ്പുറമുള്ളത് പാടില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ കേവലമാണെന്നേ നമ്മൾ വേണം. അതുമാണ്, പക്ഷെ അതാണെന്ന് പറയുന്നിടത്താ പ്രശ്നം. കാരണം മറ്റവൻ്റെ അപ്പനാവാൻ നമ്മൾ നിൽക്കുകയാണ്. അതുകൊണ്ട് ആദ്യമേ പറയാനുള്ളത്, ഗോവിന്ദസ്വാമിയെപ്പോൾ ആർക്ക് റബ്ബർ വെട്ടുകാരനും കൽവെട്ടുകാരനും മീൻ കച്ചവടക്കാരനും ഇറച്ചി വെട്ടുകാരനും
അല്ല പൂജാരിക്കും മുടിവെട്ടുകാരനും അടുക്കളപ്പണിക്കാർക്കും ഹൗസ് വൈഫിനും അല്ല ഹൗസ് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ അയാൾക്കും ആർക്കും കുഞ്ഞുവാവൾക്കും എല്ലാവർക്കും സന്യാസിയോ ആചാര്യനോ യോഗിയോ ഒക്കെ ആകാം. അത് പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല, ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥയിലും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിതാബ് അതിൻ്റെ ആളുകളുടെയാണ്, അല്ലാണ്ട് അത് എല്ലാവരുടെയും അല്ല. എല്ലാവർക്കുമായിട്ടൊരു ഗ്രന്ഥമോ എല്ലാവർക്കുമായിട്ട് അച്ഛനോ ഈ പറയുന്ന ഭാരതീയമായ ഇന്ത്യൻ ആയിരിക്കുന്ന സംസ്കൃതി ഇല്ല. അതിന് ഹിന്ദു സംസ്കൃതി എന്ന് പറയുമ്പോൾ ഹിന്ദു സംസ്കൃതിയിൽ ഇല്ല എന്നുകൂടി നമ്മൾ പറയട്ടെ. ഇവിടെ എവിടെയാണ് ഇതിന് പ്രശ്നം വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ മക്കള് ഈ ഇന്റർവ്യൂകളിലൂടെ പറയുന്ന കാര്യങ്ങൾ, ആ പറഞ്ഞ മാന്യ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ആകെ കിട്ടിയിട്ടുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ട വിഷയം. പിന്നെ പോലീസുകാരുടെയൊക്കെ അഭിപ്രായം, നാട്ടുകാരുടെയൊക്കെ. ഒരു പ്രദേശത്ത് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ അവിടുത്തെ നാട്ടുകാർക്ക് തന്നെ ഇഷ്ടം ഉണ്ടായിക്കൊള്ളുന്നില്ല, ആത്മീയതയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച്. നമ്മൾ സ്വതവേ പറയാറുണ്ട്, നമ്മൾ നിത്യേന മദ്യപിച്ചൊക്കെ ഇരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഒരുപാട് കൂട്ടുകെട്ടൊക്കെ ഉണ്ടാകും. അതൊന്നും ഇല്ലാതാകുമെന്നാണ്, കൂട്ടുകെട്ട് കുറയും. കുറച്ച് ഭക്തി കൂടി പറയുകയാണെങ്കിലോ ഒട്ടും ഉണ്ടാവില്ല. ചീട്ട് കളിക്കാൻ പിന്നെയും ആൾ കമ്പനിക്ക് ഉണ്ടായിരിക്കും. അത് ഫുട്ബോളിനൊക്കെ ഒന്നിച്ചിരുന്ന് കാണുന്ന രീതിയൊക്കെ ഉണ്ട്. ഫുട്ബോളൊക്കെ നല്ല കാര്യം തന്നെയാണ്. മദ്യപിക്കുന്നതും തന്നെ നല്ലതോ ചീത്തയോ ഒരു കാര്യമാണ്. കാരണം ഗവൺമെന്റ് ജീവിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ട് ഒരു ഇതൊന്നും വേണ്ട. എന്തായാലും ശരീരത്തിന് അത്ര നല്ലതല്ല എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അഭിതമായാൽ അമൃതവും വിഷമാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ആത്മീയതയുമായി പോകുന്ന, പ്രത്യേകിച്ച് ഇന്നലെ ചുമട്ടുതൊഴിലാളിയായി പോയ ഒരാൾ പെട്ടത് ആത്മീയതയൊക്കെ തിരിയുമ്പോൾ കൂട്ടുകാരെയൊക്കെ നഷ്ടപ്പെടാനൊക്കെ ഉണ്ടാവും. പിന്നെ കൂടാതെ സാമൂഹ്യ വ്യവസ്ഥയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പോരായ്മ, ഇതൊരു മതസ്പർദ്ധ പറയല്ല, ഒരു ഹൈന്ദവമായിട്ടുള്ള ആചാരത്തിലേക്ക് കടന്നു പോകുന്നതോട് കൂടിയിട്ട് അതോടുകൂടിയിട്ട് എല്ലാവർക്കും ഒരു പ്രശ്നം എന്താണ്, ഇവൻ എന്തോ ആയി. പ്രത്യേകിച്ച് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും തോന്നുകയാണ് ഒരുത്തും കുറിയിട്ട് അമ്പലോ ആരാധനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവനെന്തോ ഇങ്ങനെയാ പറയാ, അവനെന്തോ സംഘപരിവാറുകാരനാണെന്നാ പറയാ. അപ്പൊ നമ്മളടക്കം പറഞ്ഞു തുടങ്ങി നമ്മൾ നിന്റെ ആളല്ല. പക്ഷെ എന്താണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവം, ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം ജയിലിൽ കഴിഞ്ഞത് കൊണ്ട് അവിടത്തേക്ക് നമ്മുടെ അനുഭവം, നമ്മളൊക്കെ RSSകാരായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. RSSകാർക്കേ നമ്മളെ വേണ്ട. പക്ഷെ ജയിലിലിരിക്കുന്നവന്മാരെ കാഴ്ചപ്പാട് നമ്മൾ RSSകാരാണ്. എന്നാൽ ഇവർക്ക് വേണ്ട. എന്താണ് ഇവരുടെ ആചാരം ഇതല്ല, ഇവർ ഓൾറെഡി നിർത്തലാക്കിയെന്ന ആൾക്കാരെ ഇവരെന്നെ പറഞ്ഞു, ഇവർ പത്രത്തിൽ പരസ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവമാണ്. അപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറാണെന്ന് പറയുന്ന കുറെ ആൾക്കാരും, എന്നാൽ സംഘപരിവാറാണെങ്കിലോ ഇല്ല, ഇത്തരം ആൾക്കാരെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ ആചാരം ഈ പറയുന്ന പച്ചക്കറിസമാണെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരും, എല്ലാ ആൾക്കാരും ഇല്ല, കുറച്ച് ആൾക്കാർ. ഇങ്ങനെയൊക്കെയാണ് സാമൂഹിക വ്യവസ്ഥ. അപ്പൊ ഇവിടെ ഒരമ്പലോ ആരാധനയൊക്കെ തുടങ്ങി പോകുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഇതിനോട് വിശ്വാസം ഇല്ലെങ്കിൽ, പൊളിറ്റിക്കലി വിശ്വാസമില്ലെങ്കിൽ, മറ്റ് മതസ്ഥരാകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷയം അവർക്ക് സ്വതവേ ഇതിനോട് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ കയ്യിലിരിപ്പും കൂടി കുറച്ച് മോശമാണെങ്കിലോ ഒട്ടും പറയണ്ട, വേണ്ട, ക്ലാഷ് ആയിരിക്കും. അപ്പോൾ നിലവിൽ ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ മക്കളുടെയൊക്കെ അഭിപ്രായങ്ങളുടെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാവുന്നത് നാട്ടുകാരുമായിട്ട് വലിയ സുഖത്തിലൊന്നുമല്ല. നാട്ടുകാരുമായിട്ട് സുഖത്തിലല്ല. സ്വാഭാവികമായിട്ടും തൊട്ടയൽവാസികൾ നല്ല അഭിപ്രായം സ്വീകരിക്കും, നമ്മൾ കേൾക്കേണ്ടി വരില്ല. നല്ലത് പറഞ്ഞാൽ പോലും അത് നമുക്ക് എന്താ പറയാ, അവര് നല്ലത് പറയില്ല. അപ്പൊ നല്ലത് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് അറിയില്ല. അപ്പൊ അവിടെയാണ് അവർക്ക് എന്തായാലും നല്ലത് ഇവർ പറയില്ല, നാട്ടുകാർ പറയാൻ സാധ്യതയില്ല എന്നങ്ങനെ മനസ്സിലാക്കും. പക്ഷെ എന്തുകൊണ്ട് അവിടെ വിഷയം വന്നേ, നാട്ടുകാർക്ക് പറയാനുള്ള ഒരു അവസരം ഉണ്ടായത് എവിടെയാണ്? അവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ സമാധി ആവുക എന്ന് പറഞ്ഞിട്ട് മൂക്ക് കൂടെ ശ്വാസം പോകേണ്ട, തലയിൽ കൂടെ പോയാലും വേറെ ഏത് കൂടെ പോയാലല്ല, ശ്വാസം അപ്രത്യക്ഷമായി പോയാലും ശരി, അത് സമാധിയാണോ സമാധി അല്ലേ എന്ന് വിളിക്കണോ വിളിക്കേണ്ടതൊക്കെ അവര് തീരുമാനിക്കുക. അല്ലാണ്ട് അതിന് അച്ഛനില്ല എന്നാ പറഞ്ഞു വന്നത്. അല്ല, ഇങ്ങനെയല്ല സമാധി ആവണ്ടേ, മൂക്ക് കൂടിയും വായ കൂടിയും കാറ്റ് പോകാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ ചങ്ങാതിമാരത് എങ്ങനെയെങ്കിലും ഇതിനുള്ളിൽ കിടക്കണമെന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ, പ്രാണം പോകുമ്പോൾ വേദനിക്കുന്നു പറഞ്ഞ പോലെ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോകണം. ഇവിടെ ശ്വാസത്തിന്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, സമാധി എന്നാ പറഞ്ഞിരിക്കുന്നത്. സമമായിരിക്കുന്ന ബോധം, ധീ, അതാ പ്രപഞ്ച സത്യത്വമായിട്ട് ഇതിനെ ലയിക്കുക എന്ന. നിങ്ങളെ കാറ്റ് പോയാൽ പിന്നെ നിങ്ങൾ എവിടെ ലയിക്കണേ? ചത്തുപോയി എവിടെ ലയിക്കും? ചത്തുപോയി തമിഴ് പ്രയോഗം, നമ്മുടെയൊക്കെ സമ്പ്രദായത്തിന്റെ പ്രയോഗം, ചത്തുപോയി. സത്താണ്. സത്ത് എങ്ങടാ പോണേ? കടലിൽ നിന്നും വെള്ളം കുടത്തിലേക്ക് എടുത്താൽ അത് കുടത്തുനിന്ന് ഒഴിച്ചാൽ എങ്ങടാ പോവാം? ആ മണലിക്കോ അല്ലെങ്കിൽ മണ്ണിക്കോ അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്ക് തന്നെ പോവാം. അത് അയക്ക് തന്നെയാ പോകുന്നേ. ഇപ്പൊ സമാധി എന്ന് പറഞ്ഞത് എന്തോ എല്ലാം അങ്ങനെയൊന്നും കരുതേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ വ്യവസ്ഥയുണ്ട്, എന്നാൽ അതന്നെയാണെന്ന് മാത്രം കരുതണ്ട. അതന്നെയൊന്നും കരുതണ്ട. കാറ്റ് പോയാൽ സമാധി. ഇതിപ്പോ പോയിട്ട് ഇപ്പൊ എങ്ങനെയാ? കുറച്ച് പണ്ട് കാലം തൊട്ടിട്ട് എങ്ങനെയാ?
പട്ടി മരിച്ചു കഴിഞ്ഞാൽ ചത്തു എന്നാ പറയാ, കൊതുക് ചത്താലും ചത്തു എന്നാ പറയാ. എന്നാ ഒരു മനുഷ്യനായിരിക്കുന്ന ആള് രാജാവാണെങ്കിലോ രാജാവ് നാട് നീങ്ങി എന്നാ പറയാ. അതൊരു ബ്രാഹ്മണനാണെങ്കിലോ കർമ്മബ്രാഹ്മണ്യൊന്നും അല്ല ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയണ്ട കർമ്മബ്രാഹ്മണ്യം നടക്കില്ല. നടക്കുകയാണെങ്കിൽ പാവക്കുളത്തപ്പന്റെ ശ്രീകോവിലിൽ ഒരു ആളെ കയറ്റിയിട്ട് പൂജ നടത്തട്ടെ, അങ്ങനെ പറയുന്നവർ കർമ്മബ്രാഹ്മണ്യം പറയുന്നവർ. അല്ലെങ്കിൽ അവരുടെ ക്ഷേത്രങ്ങളിൽ തന്ത്രം കൊടുക്കട്ടെ ആദിവാസിക്കും പിന്നോക്കക്കാരും ദലിതനൊക്കെ. പിന്നോക്കക്കാരനല്ല ദലിതനൊക്കെ. ആ കറക്കുന്ന കമ്പനിക്ക് ലെക്സ് സോപ്പ് വേണ്ടെങ്കിൽ പിന്നെ പറഞ്ഞ അർത്ഥമില്ല എന്നാണ് നമ്മുടെ വാദം. ആദ്യം തൊട്ടേ പറഞ്ഞ കാര്യങ്ങളൊന്നും നിർത്തിയിരുന്നു. പക്ഷെ ഇവർ സ്ഥിരമായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് പറയുന്നത് തന്നെയാണ്. മുപ്പിൽസ്വാമി മഠത്തിൽ ഇവരൊരു പൊലേനെ പറയനെ അല്ലെങ്കിൽ നായരെയെ കൊണ്ടിട്ട് സന്യാസിയാക്കട്ടെ. അപ്പൊ അവിടെ ഒന്നും നടക്കില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശൃംഗേരി മഠത്തിൽ അപ്പൊ അതിലൊന്നും നടക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കേവലം കർമ്മബ്രാഹ്മണ്യം പറഞ്ഞ അർത്ഥമില്ല. അതോറിറ്റിയാണ് അംഗീകരിക്കേണ്ടത്. അതോറിറ്റി ഇറക്കുന്ന പ്രൊഡക്റ്റ് അവരെന്നെ അംഗീകരിക്കുന്നില്ല, അതിന് അർത്ഥമില്ല. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണന് മരിച്ച ശൈലി എന്താണ്? തീപ്പെട്ടു. അവര് തീപ്പെട്ടു എന്നാ പറയാ. അല്ല പലരും പറഞ്ഞൊക്കെ പണ്ട് കാലത്ത് മരിച്ചു കഴിഞ്ഞാൽ ചത്തു എന്നാ പറയാ. തെറ്റില്ല, ഈ വാക്കവും തെറ്റാന്നല്ല നമ്മൾ പറയാൻ ശ്രമിക്കുന്നേ, അങ്ങനെയാണെന്നാ പറയാൻ ശ്രമിക്കുന്നേ. അപ്പോ അതുപോലെ സന്യാസിമാര് യോഗികളൊക്കെ മരണമടഞ്ഞാലോ സമാധിയായി എന്നാ പറയാ. അല്ല അങ്ങനെ പറയുന്നത് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാ അങ്ങനെ മാത്രമല്ല. അങ്ങനെ മാത്രമല്ലാതെ തൻ്റെ ആ അവസാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികമായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. എപ്പോഴറിയാൻ പറ്റുക? ഇതിനെ നിരീക്ഷിക്കുന്നവർക്കേ അറിയാൻ കഴിയുള്ളൂ. കാരണം പല ഒന്നും വേണ്ട, നമുക്ക് ശരീരം ക്ഷീണിക്കുക പനിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ പറയാം. ചെറിയ കുളിര് വരുമ്പോൾ നമ്മൾ പറയില്ലേ ചെറിയൊരു കുളിരൊക്കെ ഉണ്ട്, പനി വരുന്നുണ്ടോ എന്നൊരു സംശയം നമ്മൾ പറയും. ഇതന്നെയാണ് ഇവിടുത്തെയും വിഷയം. അപ്പൊ ആ പ്രാണൻ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അതിന് പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ അയാൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഭക്ഷണം കുറച്ച് കുറേയൊക്കെ കൂടുതൽ ആ ഒരു സമാധിക്ക് വേണ്ടി സെറ്റാവുക. നമ്മൾ മരിക്കാൻ വേണ്ടി റെഡിയാവുക എന്ന് പറഞ്ഞ പോലെ സമാധിക്ക് വേണ്ടി നമ്മൾ റെഡിയാകും. അപ്പൊ ചിലപ്പോൾ തൊട്ടടുത്തോട് നിന്ന് പറഞ്ഞു എന്ന് വരും, മുൻകൂട്ടി പറയും, ചിലർ പറയില്ല. അപ്പൊ അങ്ങനെ ഇരുന്നിട്ടോ കടന്നിട്ടോ, ചിലരോട് ഇരുന്ന് മാത്രം സമാധി എന്നാ, അതൊക്കെ അതിന്റെ വിഷയം. കടന്നുപോയത് എങ്ങോട്ടാ പോണേ? ഇരുന്നാൽ എന്താ സംഭവിക്കുന്നേ? ഇരുന്നോ കടന്നോ എന്നുള്ളതല്ല വിഷയം. യോഗപദ്ധതിയുടെ ഭാഗമായിട്ട് എന്താണ്? മൂലാധാരം ക്ലോസ് ചെയ്യണം. മൂലാധാരം ക്ലോസ് ചെയ്യുന്ന പ്രാണന് അധോഗതി ഉണ്ടാകരുത്, പ്രാണന് ഊർധ്വഗതി ഉണ്ടാകണം. അപ്പൊ ഊർധ്വഗതി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മളൊരു കന്നാസിലൊരു കുപ്പിയിലോ വെള്ളം നിറച്ചു എന്ന് കരുതുക. കുപ്പിക്ക് ഒരു ഓപ്പണിംഗ് മുകൾ ഭാഗത്താണ് സാധാരണ, താഴത്തേക്ക് പിടിച്ചാൽ താഴെ. പക്ഷെ അങ്ങനെയല്ല, അതിന്റെ ഒരു വ്യവസ്ഥ മുകളിലാണ്, അതിന് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ അടിയിലൊരു തുളയുണ്ടെങ്കിൽ എത്ര വെള്ളം നിറച്ചാലും എന്താ ഉണ്ടാവുക? അടിയിൽ നിന്ന് അത് ഒഴുകിപ്പോവും. അപ്പൊ ഇത് സാമാന്യമായിട്ട് അത് താഴത്തു കൂടെ പോയി കാര്യത്തിൽ പെട്ടില്ല ഇല്ലേ? അപ്പൊ ആ തുള നമ്മൾ അടയ്ക്കണം. അപ്പൊ മുകളിലൂടെയാണ് വെള്ളം വരിക. പക്ഷെ ഞെക്കിക്കഴിഞ്ഞാലോ മുകളിലേക്ക് പോകും. ഇത് പറഞ്ഞ പോലെയാണ്. അത് സാധ്യമാണെങ്കിൽ എന്ത് വേണം? ഈ മൂലഭാഗം തുലാധാരം ബന്ധിക്കപ്പെടണം, മൂലബന്ധം സാധ്യമാവണം. ആ മൂലബന്ധം സാധ്യമാവാണ് യഥാസ്ഥിതി. സിദ്ധന്മാര് സിദ്ധാസനത്തില്, മറ്റേ പത്മാസനത്തില് പല വ്യവസ്ഥയിൽ ഇരിക്കുന്ന രീതിയുണ്ട്. ആത്യന്തികമായി ഈ സംഭവം ക്ലോസ് ചെയ്യപ്പെടണം. അപ്പോൾ അമർത്തി ഇരുന്ന് നിവർന്നിരുന്ന് അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ആ ഭാഗം ക്ലോസ് ചെയ്യപ്പെട്ടു. കടന്നാലും സാധ്യമാണ്. നമുക്കറിയാം നമ്മളുടെ ബാക്ക് ഭാഗം നിതംബം, മലയാളത്തിൽ ചന്തി എന്നൊക്കെ പറയും, അത് ചേർത്ത് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൂലബന്ധം സാധ്യമാണ്. പ്രത്യേകിച്ച് യോഗി വ്യവസ്ഥ ഉള്ളവർക്ക് അല്ലെങ്കിൽ സാധ്യമാണ്. വേണമെന്നുണ്ടെങ്കിൽ ശരീരം കൺട്രോൾ ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമേ സാധ്യമാവുള്ളൂ കേട്ടോ, അല്ലാണ്ടൊന്നും സാധ്യമാവില്ല. അതെങ്ങനെ ഇരുന്നാലും. കാരണം അങ്ങനെ ഇരിക്കുന്ന ആളാണെങ്കിലും വെയ്യെങ്കിൽ എന്ത് ചെയ്യും? ചെരിഞ്ഞ് വീഴുകയും. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ ശ്വാസം നല്ല എടുത്ത് അതിനെ ഓരോരോ സങ്കല്പം ചെയ്ത് ആധാര സങ്കല്പം ചെയ്ത് അതിനെ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോഴെന്താണ്? എത്തേണ്ടോടത്ത് എത്തണം. അപ്പൊ നമ്മൾ ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യുന്നൊരു കാര്യത്തെ സംബന്ധിച്ച് അത് ശിരസിലേക്ക് എത്തിക്കുക എന്നാണ് അതിന്റെ പദ്ധതി. വായിലേക്ക് വെച്ചാൽ വായു തുറന്നു. നമ്മളറിയാം മരിച്ച ചില ആൾക്കാരാണ് ആന്ന് കുളിച്ച് കിടക്കണം പറ്റും, വായിലൂടെയാണ് പ്രാണം വരുന്നത്. ചില ആൾക്കാർക്ക് വായ അടഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് പുറത്ത് കാണില്ല. നേരത്തെ പറഞ്ഞ മൂലഭാഗം അത് ഓപ്പൺ ചെയ്ത് മലം പുറത്തേക്ക് വിസർജിച്ചിട്ടുണ്ടാവും, മൂത്രം പുറത്തേക്ക് പോയിട്ടുണ്ടാവും. തുറന്നിരിക്കുന്ന ഭാഗത്തു കൂടെ ചെവി, മൂക്ക് ഇത് കൂടെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രാണൻ എങ്ങനെയെങ്കിലും ഇതിനുള്ളിൽ കിടക്കുന്ന ആ ഒരു ചെറിയ മൈന്യൂട്ട് സാധനം ഇതിനെ ചലിപ്പിക്കുന്നവരെ LED ബൾബിന്റെ പ്രകാശം പോലെ എന്ന് പറഞ്ഞ പോലെ അത്രയില്ല. അപ്പൊ അത് വരാതിരിക്കുക. ഇതൊക്കെ വായൊക്കെ പൊത്തി ആ സങ്കല്പം അങ്ങനെ ഇരുന്ന് അതിനെ ഊർധ്വമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ തല നമ്മൾ കുട്ടിക്കാലത്ത് കാണാൻ പറ്റും. ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗം പ്ല അടിച്ചുകൊണ്ടിരിക്കും കുട്ടിക്കാലത്ത്. കുഞ്ഞു മക്കളെ അമർത്തി തൊടരുത്, മെല്ലെ തൊട്ടു കേട്ടോ. അമർത്തി തൊട്ട അപകടമാണ്.
മരണത്തിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പം നമുക്ക് കാണില്ല, ഇത് ജോയിൻ്റ് ആയപ്പോൾ. അതാണ് നമ്മൾ പ്രായമാകുമ്പോൾ ഇതൊക്കെ ഫലം വന്നു. അപ്പം ഇവിടെ എന്ത് ചെയ്താൽ പൊട്ടി പുറത്തേക്ക് വരുന്നതാണ് ആ സമ്പ്രദായത്തിലെ സമാധി. അപ്പം ഇരുന്നിട്ടും ആവാം, കടന്നിട്ടും ആവാം, എങ്ങനെയായാലും വിരോധമില്ല. നടന്നിട്ടും വേണമെങ്കിൽ ആവാട്ടോ കഴിവുണ്ടെങ്കിൽ. ഇതല്ലാണ്ട് സമ്പ്രദായം ഉണ്ട്. ആ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് കാഴ്ചയ്ക്ക് നോർമൽ ഡെത്ത് ആയിരിക്കും, നോർമൽ മരണമാണ് സംഭവിക്കുക. നോർമൽ മരണം സംഭവിച്ചാൽ പ്രാണൻ പുറത്തേക്ക് പോയി, ശരീരം ഇവിടെ കിടക്കുന്നുണ്ട്. ആ ശരീരം അവരവരുടെ സമ്പ്രദായ പ്രകാരം കടത്തിയിട്ടോ ഇരുത്തിയിട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല, അതിനെ കൊണ്ടുവന്ന് വെച്ച് അവിടെ നമ്മൾ എന്തെങ്കിലും കെട്ടിപ്പൊക്കി ഉണ്ടാക്കും. അതിന് സമാധി എന്നാ പേര്. ഉണ്ടാക്കി വെച്ചതിന് ശേഷം അവിടെ ഒരു സമാധി പൂജയുണ്ട്. ഈ മലബാർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പല സ്ഥലത്തും സമാധിയുണ്ട്. അതിങ്ങനെയാണ്. അപ്പൊ എന്ത് ചെയ്യും? ആ നഷ്ടപ്പെട്ട പ്രാണനെ, പുറത്തു നിൽക്കുന്ന പ്രാണനെ, നഷ്ടപ്പെട്ടതല്ല പുറത്തു പോയ പ്രാണനെ നേരെ എടുത്ത് ഇതിലേക്ക് തന്നെ അവായിച്ചിരുത്തുന്ന പദ്ധതിയുണ്ട്. അതും സമാധിയാണ്. അതും സമാധിയാണ്. ആ പ്രാണൻ അവിടെ തന്നെ നിർത്തുക. സമാധി എന്താണ്? യോഗി വ്യവസ്ഥ, മുത്തപ്പൻ എന്ന് പറയും. ഇപ്പൊ നമുക്കൊക്കെ ഉണ്ട്, നമ്മളുടെയൊക്കെ തറവാട്ടില് മുത്തപ്പനും മുത്തിയും അച്ചമ്മി അച്ചച്ചൻ്റെയൊക്കെ സമാധി വ്യവസ്ഥയുണ്ട്. ഇത് കൂടാതെ ഇപ്പൊ മുസ്ലിം സമ്പ്രദായത്തിലാണെങ്കിൽ ഈ പറയുന്ന സൂഫിസ സമ്പ്രദായത്തിലാണെങ്കിൽ ജാറ സമ്പ്രദായം, ജാറം കെട്ടുക, അതൊക്കെ ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. ലോകത്തെമ്പുണ്ട്. മമ്മി, പിരമിഡ്. ഇപ്പൊ മരിക്കുക എന്ന വ്യവസ്ഥയിലും സമാധിയാക്കാൻ പറ്റും. അങ്ങനെയും സമ്പ്രദായമുണ്ട്. ഹൈന്ദവ സംസ്കൃതിയിലാണത്. ഇപ്പൊ നിങ്ങൾ ഇസ്ലാമികമായിരിക്കുന്ന ഈ സൂഫിസം മാറ്റി നിർത്തിയാൽ പോലും ഹൈന്ദവ സംസ്കൃതി തന്നെ മരണശേഷം സമാധി വ്യവസ്ഥയിൽ കൊണ്ടുവരുന്ന രീതിയുണ്ട്. അതില്ല എന്ന് വല്ലതും പറയാൻ ശ്രമിക്കുന്നിടത്താണ് നമ്മളത് പറയുന്നത്. കാരണം നിങ്ങൾ പഠിച്ചതും നിങ്ങൾ അറിഞ്ഞതും ഈ ഹിന്ദു സംഘടനകൾ എന്താ വെച്ചാൽ കാശ് ചെലവാക്കുന്നത് മുഴുവൻ ഈ ബ്രാഹ്മണിക് സിദ്ധാന്തത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. എല്ലാ ഹിന്ദുക്കളും വേണം, പക്ഷെ പ്രചരിപ്പിക്കുന്നത് മറ്റതാവുന്നത് കൊണ്ട് മറ്റതൊന്നും ഇല്ല എന്നോ അത് ശരിയല്ല എന്നോ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സംവിധാനം നിൽക്കുന്ന അഭിപ്രായം കേൾക്കാനായിട്ട് നിൽക്കില്ല. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെയല്ല, ഇത്തരം ആളുകളുടെ അഭിപ്രായം കേൾക്കുകയുമില്ല, അറിയുകയുമില്ല. കണ്ണടച്ചിട്ടും കാതത്തിട്ടും ഇതൊന്നുമല്ല, ഞങ്ങൾ വേണത് മാത്രം ഹിന്ദു എന്ന് പറയുക. എന്നിട്ട് അതിൻ്റെ അതോറിറ്റി ആകാൻ ശ്രമിക്കുക. ഹിന്ദു ആണെങ്കിൽ മുഴുവൻ ഹിന്ദുവിൻ്റെ പ്രതിനിധികളാകണം. ഇപ്പൊ കുംഭമേള ഗംഭീരമായി ആഘോഷിക്കുന്നുണ്ട്, അല്ലാണ്ട് ഇവിടെ ഗോത്രാചാരങ്ങൾ നടക്കുന്നുണ്ട്. ആഘോഷിക്കാതെ എന്താ പറയാത്തെ? പൊങ്കൽ എത്ര കൊണ്ട് അത്ര ഗംഭീരാക്കി എടുത്തു. അപ്പൊ ഇത്തരത്തിലുള്ള ചില പദ്ധതികൾ ഇതിന്റെ ഉള്ളിലുണ്ട് എന്ന് ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ഒക്കെ നമ്മൾ പറയും. കാരണം അനുഭവപ്പെടുമ്പോൾ പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പറഞ്ഞില്ലെങ്കിൽ ഇത് തന്നെയാണ്. പറഞ്ഞില്ലെങ്കിൽ പിന്നെ ചത്തു കഴിഞ്ഞാൽ അയാൾ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ രീതികൾ കണ്ടുവരികയാണ്. അതുകൊണ്ടാണ് തുറന്നു പറയുന്നത്. അപ്പൊ സമാധി രണ്ട് വ്യവസ്ഥയിലുണ്ട്. രണ്ടിൽ കൂടുതലും ആകാം. ഇതിൽ നമ്മൾ അറിഞ്ഞതും അറിയാത്തതും ഇനിയും ആകാം. അതിൽ മരിച്ചാലും സമാധിയാക്കാൻ പറ്റും. ഇപ്പൊ കേവല മരണമല്ല സമാധി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വാക്കുകൾ തന്നെ രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് കേവലം? കേവലം മരിക്കുക, മരിച്ചു എല്ലാവരും വന്ന് നിലവിളിയൊക്കെ കൂടിയിട്ട് അതിനെ കൊണ്ടുപോയിട്ട് കത്തിക്ക്, കുഴിച്ചിട്ട് എന്തെങ്കിലും വെള്ളത്തിലൊഴുക്കുക, എന്തെങ്കിലും ചെയ്യണം. കേവല മരണം ഒക്കെ സംഭവം. ഇതങ്ങനെയല്ല. അതിനെ യോഗി വ്യവസ്ഥയിലേക്ക് നമുക്ക് ഇരുന്നു കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇരുത്തുന്നു. എന്തായാലും സംഭവം പ്രാണൻ ആവാഹിച്ചു എന്ന് പറഞ്ഞാലും ഇങ്ങനെ പോയി അങ്ങനെ പോയി എന്ന് പറഞ്ഞാലും പുറത്തേക്കാണ് പോകുന്നത്. അത് ഈ പ്രപഞ്ചത്തിൽ മറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ച സത്യത്തിനോട് ലയിക്കുന്നു. അതാണ് സമാധി. അതിന് ആരാധ്യയോഗ്യമാക്കുന്നു. ഇവിടെ തൻ്റെ പിതാവ് മരിക്കുമ്പോൾ അല്ലെങ്കിൽ സമാധിയായി എന്ന് പറയുമ്പോൾ സനന്ദനോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട അതിൻ്റെ അനുജനോ അമ്മ ആരുമാകട്ടെ, ഇവിടെ എന്താണ് വിഷയം? ഇവിടെ വിഷയം നമ്മൾ ജീവിക്കുന്നത് ഭരണഘടനയും ഭരണ സംവിധാനങ്ങളും നീതിന്യായ വ്യവസ്ഥയുമുള്ള ഒരു ലോകത്താണ്, ഒരു രാജ്യത്താണ്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് മാത്രമേ ജനമരണാദികൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ ആദിമരാണ്, ഞങ്ങൾ ക്രൈസ്തവരാണ്, ഞങ്ങൾക്ക് മതമുള്ളവരാണ്, ഇല്ലാത്ത ഞങ്ങളെ പാർട്ടി ഭരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞൊന്നും കാര്യമില്ല. ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. ആ നിയമ സംവിധാനം ജനനവും മരണവും കൃത്യമായി ഇന്നെ പോലെയാണ് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന് പോലും അത്ര വലിയ പ്രാധാന്യം കൊടുത്ത് കണ്ടിട്ടില്ല. എന്നാൽ ജനനവും മരണവും പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് മരിച്ചത് എൻ്റെ അച്ഛനല്ലേ, ഞങ്ങൾക്കില്ലാത്ത എന്ത് കേടാ നാട്ടുകാരിക്കെന്ന് ചോദിക്കാൻ പഴുതില്ല. നീ നമ്മുടെ അച്ഛനാകുമ്പോഴും ഇപ്പൊ നമ്മളിവിടെ ഇരുന്നാലും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടുത്തെ ആശ്രമത്തിന്റെ ആളുകൾ പറയുകയാണ് ഇത് ഞങ്ങളുടെ മഠാധിപതി അല്ലേ ചോദിച്ചാൽ അല്ല, അയാൾ ഒരു ഇന്ത്യൻ പൗരനാണ്, ഞാനും ഒരു പൗരനാണ്, ഒരു പൗരന്റെ കാര്യത്തിൽ പൗരന് ചില അവകാശങ്ങളുണ്ട് എന്ന് പറയാൻ കഴിയണം. അതാണ് സത്യത്തിൽ. അത് പറയാൻ ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ മക്കൾക്കോ അല്ലെങ്കിൽ ആളുകൾക്കോ ആകുന്നില്ല എന്നിടത്താണ് നമ്മളുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലെ പോരായ്മ.
നമ്മൾ മതം പഠിക്കുന്നുണ്ട്, മതത്തിന് വേണ്ടി സന്തോഷം നിറച്ച് മതം മുഴുങ്ങി തിന്ന് മാത്രം പോകാൻ പറ്റില്ല. ഒരു ജനാധിപത്യം അല്ലെങ്കിൽ ഭരണഘടനാ സംവിധാനമുള്ള രാജ്യത്തെ മതത്തിന്റെ ഭഗവത്ഗീതയ്ക്കോ ഖുറാനോ ബൈബിളിനോ നല്ല പഠിപ്പിനോ ഒക്കെ ഒപ്പം തന്നെ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി കേവലം ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം, നിർബന്ധ. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സമാജം മൊത്തത്തിലോ അല്ലെങ്കിൽ ആ കുടുംബമോ വ്യക്തിയൊക്കെ ഇളിഭ്യരാകാൻ, നാണം കെടാൻ, പരിഹാസ്യരാവാൻ ഇടയാകും. ഇവിടെ സംഭവിച്ചതാണ്. ഞങ്ങളുടെ അച്ഛനല്ലേ, നാട്ടുകാർക്ക് എന്താ ചോദിച്ചാൽ നാട്ടുകാർക്ക് പരാതി ഉണ്ടാവും, നാട്ടിലെ ഒരാളാണ്, എവിടെയാ പോയി എന്നറിയണം. അപ്പൊ അതിനെതിരെ അത് പറയുമ്പോൾ അല്ല, ഇത് മാപ്പിളാര് പറയാണ്, മുസ്ലിങ്ങൾക്കാണ് കേട്, മുസ്ലിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. ഏത് കാര്യത്തിനും ഈ മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും അല്ലെങ്കിൽ പൊലയം പോയിട്ട് നായരുടെയും, നായര് പോയിട്ട് നമ്പൂരുടെയും, നമ്പൂര് പോയിട്ട് ഈഴവന്റെയും നെഞ്ചത്ത് കയറുന്നത്? ഇതാണോ പുരോഗമനം? ഇതാണോ ഈ സമൂഹത്തിന് ആവശ്യം? ജാതിയും മതവും ഒക്കെ രാഷ്ട്രീയവും പറയേണ്ടടുത്ത് പറയുക തന്നെ വേണം. എന്നാൽ അനാവശ്യമായി പറയുമ്പോൾ അതൊക്കെ ഭരണഘടനാപരമായിട്ടുള്ള മതസ്പർദ്ധ വളർത്തുന്നതിന് തുല്യമാണ്. സത്യത്തിൽ അതിനെതിരെ കേസെടുക്കേണ്ട വിഷയമുണ്ട്. ആ സിറ്റുവേഷൻ അതല്ലാത്തോണ്ടാണ്. 153 ആണെന്ന് തോന്നുന്നു. ഇതിനെതിരെ ശരിക്കും നടപടി വേണ്ടതാണ്. മുസ്ലിങ്ങൾ പറയുന്നു പറയുമ്പോൾ മുസ്ലിങ്ങൾ എന്തോ, അപ്പൊ മുസ്ലിം ഹിന്ദു എന്ന് വേണ്ടേ ഒരു വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെ ആകുന്നത് കൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ പോകുന്നില്ല. പക്ഷെ ചെയ്ത് തെറ്റാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിലോ പ്രദേശത്തോ കലാപം ഉണ്ടാക്കാനുള്ള ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചില വിഷയങ്ങൾ. പിന്നെ പറയുന്ന ഈ മക്കളോ അമ്മയൊക്കെ പറയുന്ന ഒരു പരസ്പര പൂരകമല്ലാത്ത അഭിപ്രായങ്ങൾ. അച്ഛൻ ഗുളിക കഴിച്ച് ഭക്ഷണം കഴിച്ചിട്ടാ പോയ, സമാധിക്ക് പോകുന്ന ആള് ആണ്, അല്ലാണ്ട് വീഗാലാൻഡിക്ക് ടൂറ് പോവല്ല എന്ന് മനസ്സിലാക്കണം. വീഗാലാൻഡിക്ക് ടൂറ് പോവല്ലല്ലോ, സമാധി എല്ലാം ചാവാനാണല്ലോ ശരി, സംഭവത്ത് പോകാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതിനെന്താ വെച്ചാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ല, എനിക്ക് ശരീരം ആരോഗ്യമായിട്ട് ഇരിക്കണ്ടേ? എന്തിന്? ദേഹബോധമുള്ളവൻ പിന്നെ ഇങ്ങനെ ദേഹം വെടിയുന്നേ? ദേഹബോധം പോണ്ടേ? യോഗിയാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അവിടെയാണ് ഈ മരുന്ന് കഴിച്ചു ഭക്ഷണം കഴിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇദ്ദേഹം 2-3 ദിവസം മുന്നേ പറഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെ മകൻ പണിക്ക് പോകേണ്ട ആവശ്യമില്ല, അവിടെ കാത്തിരിക്കേണ്ട, സമാധി അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുകയാണ്. അതിലേറെ ഗൗരവമുള്ള വിഷയമാണ്. അച്ഛൻ പറയുകയാണ് മകനോട്, എന്നിട്ട് മകൻ പറയുന്നു, ഞാൻ സമാധിയാകും, ആരും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. ആരും ഉണ്ടാകരുത് എന്ന മാന്യമായ ഒരു കാര്യം തന്നെയാണ്. എന്താണ്, അത്രയ്ക്ക് കോൺസെൻട്രേഷൻ എനിക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ, ബഹളമുണ്ടെങ്കിൽ എനിക്ക് ശ്രദ്ധ കിട്ടില്ല എന്നതായിരിക്കാം കാര്യം. അത്ര ആദ്യത്തിന്റെ ലെവൽ അങ്ങനെ ആയിരിക്കാം നമുക്ക് കരുതാം. കുറച്ചിട്ടല്ല, അങ്ങനെയാണെന്ന് കരുതാം, അതൊന്നും വലിയ മോശമായിട്ട് കാണുന്നില്ല. പക്ഷെ സമാധി സമയത്ത് ആ ഒരു പ്രാണനെ ആധാരങ്ങളുടെ കടത്തിവിടുമ്പോൾ വേണ്ടാന്നാണ് മര്യാദ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കാര്യത്തിനും നാട്ടുകാരും നാളും മനുഷ്യനും അറിയണ്ടെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഉദ്ദേശം സമാധിയായിട്ട് യോഗിയാവുകയായിരുന്നില്ല. ഈ പരിപാടി കഴിഞ്ഞിട്ട് അത്രയും കാലം തനിക്ക് പണി തന്ന മക്കൾക്കൊരു പണി കൊടുക്കുക എന്നായിരുന്നോ എന്ന് സംശയിക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് എന്തായാലും നാട്ടുകൂടാണ്ട് ചുമട്ടുതൊഴിലേക്ക് കൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാനുണ്ടാവും. യൂണിയനിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരെന്തെങ്കിലുമൊക്കെ ഉപദ്രവം ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ അതിൽ വ്യത്യാണ്ട് കിടക്കായിരുന്നൊക്കെ കേൾക്കുന്നുണ്ടായി. ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കൾക്കൊരു പണി കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരിക്കാം. കാരണം ഇവന്മാർ ഇതുകൊണ്ടാണ് തിരിയണം. അങ്ങനെയും ആകാം. അങ്ങനെ പറയുമ്പോൾ വേണ്ടത് ഈ ചെയ്ത മകനൊരു സാമാന്യ സെൻസ് ഉണ്ടാവണം. കിങ് സിനിമയിൽ മമ്മൂട്ടിയുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ പോലെ അതുണ്ടാകണം. അതുണ്ടാകുമ്പോഴാണ് അച്ഛനത് പറഞ്ഞു. എന്നാൽ ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ടാകാം. കാരണം മരണത്തെ ഇൻക്വസ്റ്റ് നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്നലെ ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇൻക്വസ്റ്റ് റെഡിയാക്കുമ്പോൾ അതിലൊരു കോളങ്ങളുണ്ട് ഇത്ര. അപ്പോൾ ഏകദേശം 9, 10, 16, 19 അങ്ങനെ നമ്പേഴ്സ് പറഞ്ഞു. അതിലൊന്ന് വീട്ടുകാരാണെങ്കിൽ മറ്റൊന്ന് നാട്ടുകാർ തന്നെയാണ്. പിന്നെ കൂടാതെ അവിടുത്തെ മാന്യന്മാരായിരിക്കുന്ന, മാന്യന്മാരുടെ സമൂഹത്തിൽ ഇടപെടുന്ന ആളുകൾ, മാന്യത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ, ഇവിടെ കുലവും ഗോത്രം വെച്ചല്ല, സമൂഹത്തിൽ ഇടപെടുന്നത് വെച്ചിട്ടുള്ള ചില 3-4 ആൾക്കാർ അഭിപ്രായം. ഇതുകൂടാതെ അന്വേഷണ ഉദ്യോഗത്തിന്റെ നിഗമനം, ഇതൊക്കെ ഇൻക്വസ്റ്റ് റെഡിയാക്കുമ്പോൾ അതിൽ വേണമെന്ന് പോയിന്റ് ഉണ്ട്. അതൊരു വ്യക്തി മരിച്ചാൽ അത് ഇന്ന പോലെയാണ്, സംശയമുണ്ടെങ്കിൽ അത് വേറെ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഇതൊന്നും അല്ലെങ്കിൽ ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം. അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സമൂഹത്തിലെ 4 പ്രമാണിമാർ, പ്രമാണം വീണ്ടും പറയുന്നു, ജാതി മതവും സമ്പത്തൊന്നുമല്ല,
ആ നാട്ടിൽ അത്യാവശ്യം ഇടപഴകുന്ന അറിയുന്ന 4 പേര് ഇത് കണ്ട് സാക്ഷിയാകണം. പക്ഷെ ഇവിടെ ഉണ്ടായതോ, മകൻ പറയുന്നു, അച്ഛൻ സമാധിയായിട്ട് ഓടി വന്ന് പറയുന്നു. എന്നിട്ട് മൂത്ത മകനും വേണം സമാധിയായി. അവൻ പറഞ്ഞതാണ്, കണ്ടോ, ഞാൻ കണ്ടിട്ടില്ല, അവൻ കണ്ടു. ഭാര്യയും വേണം ഭർത്താവിന് മുമ്പ് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞല്ല, അതിന് പറഞ്ഞിരുന്നു. ഒരു ഭരതനാട്യം എന്തോ വേണ്ട ഒരു പടം ഇപ്പം അടുത്ത് സായികുമാറിൻ്റെ ഒരു സിനിമ വരികയുണ്ടായി. അതിൽ സായികുമാർ എന്ന വ്യക്തി മരിച്ചു എന്ന് കരുതിയിട്ട് പക്ഷെ രക്ഷപ്പെട്ട് വന്നിട്ട് തെങ്ങിൻ്റെ തോട്ടിലിരിക്കുമ്പോൾ ഒരു തേങ്ങ വീഴുന്നുണ്ട്, കറക്റ്റ് തലയ്ക്ക, അയാൾ മരിക്കുകയാണ്. ആ സിനിമ അതിലെ സമാധിയാണ് ആക്കാൻ നേരത്തെ എങ്ങനെ ഉണ്ടായിരിക്കും? അങ്ങനെയാവുമല്ലോ. അതിന് മുമ്പുണ്ട് ചില യോഗിമാരൊക്കെ തേങ്ങ വീണ് മരിച്ചതാണല്ല, അനിയൻ തലക്കടിച്ചതാണെന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ശരിയോ തെറ്റോ നമുക്ക് ആർക്കും അറിയില്ല. അപ്പം പലതും സമാധികൾ പലതും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അടിച്ചതാണ്, കൊന്നാണ്, സമയത്ത് നടന്നില്ല, പിന്നെ യോഗിയായി മാറുന്ന കഥകളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആരെയും പേരൊന്നും നമ്മൾ പറയണില്ല, കാരണം അതൊക്കെ ഒരു വിവാദമാവും. അറിയുന്നവർക്ക് അറിയാം ഇതൊക്കെ ആരൊക്കെ എന്തൊക്കെയാണ് പേരിലുള്ളത്. അപ്പം അവിടെയാണ് ഇത് അങ്ങനെ പറയാൻ. പക്ഷെ അയട്ടം പറയണം അങ്ങനെ, അനിയനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ അങ്ങനെ തന്നെയാണ്, പക്ഷെ കണ്ടിട്ടില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞ് അച്ഛൻ അതിൽ പോയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും സാക്ഷിയില്ല. ഇനി അത് കഴിഞ്ഞ് ഇവർ മേയറെ വിളിക്കുകയാണ്, മേയറോ അവിടുത്തെ കൗൺസിലറെ വിളിക്കുകയാണ്. അവർ വന്ന സമയത്ത് അവരും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അറിയുന്നത്, അതിന്റെ മുന്നേ അല്ല, അച്ഛൻ ആരെയും അറിയിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ നിയമപരമായി അവർ ചെയ്ത തെറ്റെന്താ വെച്ചാൽ ഇതിന് സാക്ഷിയില്ല എന്നുള്ള. ഞാനിവിടെ മരിച്ചാൽ ആശ്രമത്തിന്റെ ആളുകളോ നമ്മുടെ ഒപ്പം താമസിക്കുന്നവരോ ചണ്ടാള ബാബ സമാധിയായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ആദ്യം പറയാൻ അംഗീകരിക്കണ്ട. സമാധി ആയാലും ചത്തുപോയാലും ശരി, 4 ആളെങ്കിലും വന്നാൽ ശരി, ഇയാളെ കാറ്റ് പോയിക്കണമെന്ന് ബോധ്യപ്പെടണം. അതാണ് നിയമം. നമ്മൾ ജീവിക്കുന്ന നിയമ സംവിധാനത്തിലാണ്. അല്ലാണ്ട് ഭഗവത്ഗീതയിലും രാമായണത്തിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഖുർആനിലും ബൈബിളും നല്ല പഠിപ്പൊന്നും വെച്ചിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. അതൊക്കെ നമ്മളെ വിശ്വാസമാണ്, അതൊക്കെ ഒരു വ്യക്തിപരമാണ്, അതൊക്കെ വ്യക്തിനിഷ്ഠമാണ്. രാഷ്ട്രനിഷ്ഠമായതല്ല ഭരണഘടനയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വാദങ്ങളൊന്നും ശരി. അപ്പൊ ഇതിനെതിരെ പോകുമ്പോൾ എന്താണ്, ഇവർ വളരെ പ്രക്ഷുബ്ധരാണ്. അവർ വിശ്വാസമായിരിക്കാം, അച്ഛൻ സമാധി ഇരുത്തി അതുകൊണ്ട് പൊളിക്കണ്ട എന്നായിരിക്കാം ഒന്ന്. മറ്റതോ അവരെ കയ്യിൽ നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തെളിയില്ലേ എന്നതായിരിക്കാം വിഷയം. അപ്പൊ അമ്മ കരഞ്ഞതോ, അമ്മയ്ക്ക് 2 രീതിയിൽ കരയാലോ. ഒന്ന് ഇതുപോലെ തന്നെ സമാധിയാണ്. അടുത്തത് സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നതിൽ ഒരു 80-90% അമ്മമാരുടെയും പ്രത്യേകത, ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല, അതിൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അമ്മമാർക്ക് വലിയ വിഷയമാണ്. അപ്പോൾ തൻ്റെ മക്കളുടെ കയ്യിൽ നിന്നോ തന്നിൽ നിന്നോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചതാണെങ്കിൽ ഇതുണ്ടായാൽ തൻ്റെ മക്കൾ നഷ്ടപ്പെടില്ലേ എന്ന ഭയത്തിൽ നിന്നും അമ്മയ്ക്ക് വിഷമം വരാം. കാരണം ഭർത്താവോ ഇങ്ങനെ കടപ്പിലായിരുന്നു, മരിച്ചു, വിഷമടച്ച് മക്കൾ ഇങ്ങനെയും ആകാം, ഇങ്ങനെയും കരയാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഹൈന്ദവ സംഘടനയുടെ ഭാഗത്ത് നിന്ന് ചില ആളുകൾ ഇതെന്തോ ഹിന്ദുവിൻ്റെ വലിയ വിഷയമാണെന്നൊക്കെ പറയുമ്പോൾ ആ വിഷയം എന്തേ എന്നുള്ളത് പറയണ്ടേ. അപ്പൊ അവിടെയാണ് സനന്ദൻ ഒരു ഇന്റർവ്യൂവിൽ കൊടുക്കുന്നത് കണ്ടു നമ്മൾ. ഹിന്ദുക്കളുടെ ആചാരമാണ്, ഹിന്ദുക്കളുടെ ആചാരം എന്തെന്ന് ഹിന്ദു ഐക്യവേദി നിശ്ചയിക്കും എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു. ഹിന്ദു ഐക്യവേദിക്ക് പോലും അഭിപ്രായമുണ്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ ഭാഗമായിട്ടുണ്ടായ ഹിന്ദു ഐക്യവേദി മുഴുവൻ ഹിന്ദുക്കളുടെ ഭാഗമേ അല്ല നമ്മൾ നിരന്തരം പറയുന്നുണ്ട്. ഹിന്ദു ഐക്യവേദി നാളിതുവരെ നമ്മുടെ ഒന്നും ആചാരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സമയത്ത് രംഗത്ത് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് വിരുദ്ധമായി നിരന്തരം പ്രമേയങ്ങളും വാർത്താ മാധ്യമങ്ങളുടെ സംസാരങ്ങളുടെ മുഖ്യധാര നേതാക്കന്മാർ തന്നെ നടത്തിയിട്ടുമുള്ളതാണ്. നമ്മൾ തന്നെ ഡിബേറ്റിൽ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീമതി ശശികല ടീച്ചറുമായിട്ട് സംസാരിച്ചു. കാരണം അവർ പറഞ്ഞു ഞങ്ങളുടെ ആചാരം ചെയ്യുന്നവരെ കുറിച്ച് ജയിലിലിടണം എന്നാണ് പറഞ്ഞു. അവർ ഹിന്ദു ആണെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു അവരുടെ ഹിന്ദുത്വം ഈ ബ്രാഹ്മണിക് ഹിന്ദുത്വമാണ്. കാരണം ശശികല ടീച്ചറിലേക്ക് സിദ്ധാന്തം ബ്രാഹ്മണിക് ഹിന്ദുത്വമാണ്. അത് വ്യക്തിപരമാണ്. നമ്മുടെ അനുഭവം ടി വിയിൽ റിപ്പോർട്ട് വെച്ചാൽ ഇപ്പോൾ വാർത്ത നടക്കുന്നത്. വെറുതെ നമ്മളെ ആക്ഷേപിക്കാൻ ആരും വരണ്ട, ഹിന്ദു ആണ് നമ്മൾ. നമ്മുടെ പൂർവികരുടെ ആചാരം അംഗീകരിക്കാതെ ഒരു നേതാവ് അവർ പറയുന്നത് മാത്രം ഹിന്ദു എന്ന് പറയുമ്പോൾ അവർ പ്രതിനിധീകരിക്കുന്നത് ഏത് ഹിന്ദുവിനെ എന്നാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. എന്നാൽ നമ്മൾ ബ്രാഹ്മണരുടെ ആചാരം വേണമെന്ന് പറയുന്ന ആളാണ്, ഭരണഘടന വിധേയമായിട്ടുള്ളത്. ഞങ്ങളുടെ ആചാരം ഭരണഘടനാ വിരുദ്ധമല്ല, ഞങ്ങളുടെ വിശ്വാസപരമുള്ള ആചാരങ്ങളും ഭരണഘടനാ വിരുദ്ധമല്ല. ആർട്ടിക്കൽ 25, 26 ഒക്കെ പറയുന്ന ഞങ്ങളുടെ മതസ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. പിന്നെ ജാതിപരമായി പറയുകയാണെങ്കിൽ ആർട്ടിക്കൽ 347, 42, 41 ഒക്കെ പറയുന്ന അത്തരം സംഭവങ്ങളിലൂടെ ഞങ്ങൾക്ക് ചില പരിഗണനകളുണ്ട്. ഞങ്ങളുടെ ആചാരത്തിൽ കേരളത്തിന് വിലക്കുണ്ടതല്ലാണ്ട് നാഷണലി വിലക്കില്ല, നിയമപരമായിട്ടില്ല, വിലക്കില്ല.
കേന്ദ്ര നിയമത്തെ മറികടന്നുകൊണ്ട് സ്റ്റേറ്റിന് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന ചില കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങളുടെ ആചാരം നിയമവിധേയമാകുമ്പോൾ ഹിന്ദുക്കളായ ഞങ്ങളുടെ ആചാരം മോശമാണ്, ഞങ്ങളെ ജയിലിൽ അടയ്ക്കണമെന്ന് ഹിന്ദു ഐക്യവേദിക്കാർ പറഞ്ഞാലും RSSകാർ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാലും SDP-കാരും പറഞ്ഞാലും അത് ഞങ്ങൾക്കെതിരാണ്. അവർ ഞങ്ങളുടെ ഭാഗമല്ല, ഞങ്ങളെ ഉൾക്കൊണ്ടിട്ടില്ല. അപ്പൊ അവരുടെ ഹിന്ദുവിൽ ഞങ്ങളില്ല, ബ്രാഹ്മണ ഹിന്ദുത്വം മാത്രമേ ഉള്ളൂ എന്നത് നിയമം വെച്ചിട്ടാ പറയുന്നേ. പിന്നെ ഹൈന്ദവ സംസ്കൃതി വെച്ചിട്ടാ പറയുന്നത്. അവര് പറഞ്ഞ എന്തിൻ്റെയാണ് അവർ പറഞ്ഞു, അവർ തന്നെ നമ്മൾ ചോദിച്ചു. അങ്ങനെ നമ്മൾ ചോദിച്ചു എന്തിന്റെ അടിസ്ഥാനം. അപ്പൊ അവര് ഒന്നിച്ചിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. 1-2 വർഷം കഴിഞ്ഞ് ഇതുവരെ ഇരിക്കാൻ വേണ്ടി കസേര അവർക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ നിലത്തിരിക്കാൻ റെഡിയാണ്, അവർക്കൊക്കെ അല്ലേ കസേര വേണ്ടേ, പക്ഷെ അവർ തയ്യാറായിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഹിന്ദു ഐക്യവേദിയും സത്യാനന്ദ സരസ്വതി ആണെങ്കിലും ഞങ്ങളുടെ ആചാരം മോശമാണെന്ന് ആചാരമല്ല എന്ന് പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഞങ്ങൾക്ക് ഗുരുവാവോ? ഈ സമ്പ്രദായ ഈ സംസ്കൃതിയിലൊരു ഗുരുവാണെന്നുണ്ട് ഞങ്ങൾക്ക് ജഗദ്ഗുരു ആവില്ല. അദ്ദേഹം ജഗദ്ഗുരു ആകണമെങ്കിൽ കേവലം ശങ്കരാചാര്യരുടെ ക്വാളിറ്റിയിലും വേണ്ടേ. ശങ്കരാചാര്യ ഈ പറയുന്ന പോലെ തന്നെ വൈദികമായ ധർമ്മങ്ങളൊക്കെ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല ഉണ്ടായത്. അപ്പൊ ജഗദ്ഗുരു ആവില്ല. ജഗത്തിന്റെ ഗുരു ആവണമെങ്കിൽ ജഗത്തിന്റെ ഹിതം അറിയണം. ജഗത്തിന്റെ ഹിതം അറിയുമ്പോൾ ജഗത്തിലുള്ള ഓരോന്നിന്റെയും ഹിതം അറിയണം. അത് ധാർമ്മികമായിരിക്കണം. അത് ഇന്നത്തെ സംവിധാനത്തിൽ ഇണങ്ങുന്നതായിരിക്കണം. അപ്പൊ അവിടെയാണ് ഇദ്ദേഹം പറയുകയാണ് ഹിന്ദു ഐക്യവേദിയാണ് ഹിന്ദുക്കളുടെ ആചാരം നിശ്ചയിക്കണം. തെറ്റാണ്. ഹിന്ദു ഐക്യവേദിയിലുള്ളതൊക്കെ നേതാക്കന്മാരാണ്. 1-2 ആളുകൾ. ഇപ്പൊ ഭാർഗവരാമനെ പോലുള്ള ബ്രഹ്മചാരികളൊക്കെ അതിലുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ വർഷങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന ദൂരദർശൻ ചാനലിൽ പറഞ്ഞതാണ് ഞങ്ങളുടെ ആചാരമൊക്കെ മോശമാണ്, വാമാചാരമൊക്കെ പിന്നീട് ഉണ്ടായതാന്നൊക്കെ പറയുന്നത്. ഇത്ര കഷ്ടമാക്കി നോക്കൂ. ആദ്യ മനുഷ്യനായി തന്നെ പാൻറ് ഷർട്ട് ഇട്ട് വന്നതാണെന്ന് പറഞ്ഞ് പാൻറ് ഊരി വെക്കുന്നത് രണ്ടാമതാണെന്ന് പറയുകയാണ്. അതിൻ്റെയൊക്കെ വിഷയമാണ്. അപ്പൊ ഇത്തരം ആളുകളാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. തെറ്റാണ്. ഹിന്ദുക്കളുടെ ആചാരം നിശ്ചയിക്കേണ്ടത് മറ്റു മതസ്ഥരെ പോലെ അതാത് സമ്പ്രദായത്തിന്റെ ആചാര്യന്മാരോ ആചാര്യ സഭകളോ ആണ് ആചാരം നിശ്ചയിക്കുക. അപ്പൊ ഇവിടുത്തെ ഒരു സംവിധാനം നമ്മുടെ ശിഷ്യന്മാരും ഭക്തന്മാരും ബന്ധപ്പെട്ട് ഇവിടെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ച് ആളുകളുണ്ട് അതിൽ. അതിന്റെ കാര്യം ആചാര്യസഭയല്ല നിശ്ചയിക്കേണ്ടത്. അതിന്റെ കാര്യം നമ്മുടെ മഠമാണ് നിശ്ചയിക്കേണ്ടത്. അതിന്റെ കാര്യം മാത്രം. ടോട്ടൽ ഹിന്ദുവിന്റെ കാര്യമാണെങ്കിൽ എല്ലാ സമ്പ്രദായങ്ങളോടും കൂടിയ ഹിന്ദുക്കളാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ഈ സംവിധാനം പോലെ തന്നെ ഇതിന്റെ തന്നെ വിവിധ ചേരികൾ ഉണ്ടെങ്കിൽ ഇതിന്റെ സമ്പ്രദായ ആചാര്യന്മാർ ചേർന്നിരിക്കണം. ടോട്ടൽ ഹിന്ദുവിന്റെ ആകുമ്പോൾ മുഴുവൻ ഹൈന്ദവ ആചാര്യ പ്രതിനിധികളും ചേർന്ന് ചെയ്തിട്ട് വേണം തീരുമാനിക്കാൻ. അപ്പോൾ സമ്പ്രദായത്തിന്റെ പേരിന് ആളുകൾ മതി. ആ ആചാര്യ സഭയാണ് ആചാരം നിശ്ചയിക്കുക. ആ നിശ്ചയിച്ച ആചാരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുമുള്ളത് മാത്രമാണ് സംഘടനകൾ എന്ന് ഈ പറയുന്നവരും സംഘടനാ നേതാക്കളും മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്നത് ഇസ്ലാമിക ക്രൈസ്തവ സംഘടനകളുടെ പ്രത്യേകത ആ സംഘടനകളിലെ നേതാക്കന്മാർക്കെല്ലാം മതപഠനം കഴിഞ്ഞവരായിരിക്കും. എന്നാൽ നമ്മുടെ സംഘടനകളുടെ ആളുകളുടെ പ്രത്യേകത അവർ മതപഠനം കഴിഞ്ഞവരല്ല, അവർ RSSൽ പ്രവർത്തിച്ചവരായിരിക്കാം. RSS ഒരിക്കലും ഒരു മതസംഘടനയാണെന്ന് RSS തന്നെ പറഞ്ഞിട്ടില്ല. RSS രാജ്യത്തെ ഒരു സാംസ്കാരിക സംഘടനയാണ്. അതിന്റെ മുഖ്യമായ അജണ്ട രാഷ്ട്രത്തിന്റെ സംരക്ഷണം, രാഷ്ട്രത്തിന്റെ താല്പര്യമാണ്. അത് ആചാരമൊന്നുമല്ല, രാഷ്ട്രമാണ് ഇമ്പോർട്ടന്റ്. നമ്മളെയൊക്കെ സംബന്ധിച്ച് രാഷ്ട്രമല്ല, രാഷ്ട്രത്തിനപ്പുറം രാഷ്ട്രം ലോകമാണ്. നമുക്ക് ലോകം സമാധാനമായിട്ടില്ല, ലോകത്തിലെ സകലർക്കും സുഖം ഭവിക്കണമെന്ന് നമ്മളുടെയൊക്കെ സങ്കല്പം. ലോകാസമത്വ സുഖിനോ ഭവന്തു എന്നല്ലേ. ലോകത്തിനും ലോകർക്കും പൊലിയ എന്ന് പാടുന്നവരാണ് ഞങ്ങൾ. അല്ല, സുഖം ഭവിക്കട്ടെ ലോകാസം സുഖിനോ ഭവന്തു എന്നുള്ള പ്രമാണമല്ല. വീടിനും വീട്ടുകാർക്കും നാടിനും നാട്ടുകാർക്കും ലോകത്തിനും ലോകർക്കും സുഖം ഉണ്ടാവട്ടെ എന്ന് പറയുന്നത്, സൗഖ്യം ഉണ്ടാവട്ടെ. അപ്പൊ അതുകൊണ്ട് ഇരിക്കുന്ന വീട്, നാട്, ജില്ല, സ്റ്റേറ്റ്, രാജ്യം കടന്നപ്പുറം പോകുന്നു രാഷ്ട്രം, അതിൻ്റെ അപ്പുറം ലോകം. അപ്പോ RSSൽ പ്രവർത്തിച്ച RSS അനുഭാവം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അവർക്ക് ഹിന്ദുവിന്റെ ആചാരം നിശ്ചയിക്കാൻ പറ്റില്ല. അവർ ടോട്ടൽ ഹിന്ദുവിന്റെ ആളുകളല്ല. ഇതിപ്പോ നമുക്ക് ജ്ഞാൻവാബി പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലൊക്കെ പലപ്പോഴും ഇതിന്റെ പല സന്യാസിമാരും പല അഭിപ്രായം വന്നു. അന്നേരം നമ്മൾ പറയാതിരുന്നത് അവിടെ RSSന്റെ സർവസംഘചാലക് പറയുന്ന ആശയം രാഷ്ട്രത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം എന്താണ്, ഇങ്ങനെ അമ്പലം പള്ളിയും തിരഞ്ഞു നടക്കണ്ട ആ അഭിപ്രായം നമുക്കുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് യോജിക്കുന്നു. എന്നാൽ മതപരമായ കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം സംഘടനയുടെ ആളാണ്, മതത്തിന്റെ ആളല്ല. അപ്പൊ മലബാരത്തിൽ ഇങ്ങനെ മതി, ആദ്യമാർഗത്തിൽ ഇങ്ങനെ മതി, സർവസംഘചാലകല്ല, നമ്മുടെ അച്ഛൻ പറഞ്ഞാലും പോയി പണിയാക്കാൻ പറയും നമ്മൾ. കാരണം അവർക്ക് അതിന് അധികാരം ആരും കൊടുത്തില്ല. അങ്ങനെ അതോറിറ്റി ഇവിടെ ഇല്ല. ഇവിടെയാണ്
ഹിന്ദു സംഘങ്ങളുടെ പോരായ്മ മതം പഠിക്കാത്ത ഒരു സംഘടനയിൽ പ്രവർത്തിച്ച ഫലം കൊണ്ടാണ് ഇവരിയ്ക്കുന്നത്. ഇനി അഥവാ വല്ല സന്യാസിമാരുണ്ടെങ്കിലോ അവർ ഏതെങ്കിലും ചില ആശയങ്ങളെ മാത്രം പഠിച്ച് അത് മാത്രം ശരി എന്ന് നിശ്ചയിച്ച ആൾക്കാരാണ്. പിന്നെ ഹിന്ദുക്കളെ കൂട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണേ, അതൊക്കെ വേണം പൊതുവേദിയിൽ പറയുകയും അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇതൊക്കെ തല്ലിപ്പൊളിയാന്ന് പറയുന്നവരാ. അനുഭവത്തിൽ നിന്നാണ് പോണത്. ഇത്തരം ആളുകളിൽ നിന്ന് നേരിട്ട് പോയി സംസാരിച്ചപ്പോണ്ടായ അനുഭവം വളരെ വിഷമകരായിരുന്നു. പുറത്ത് നമ്മൾ ഹിന്ദുക്കളൊക്കെ വേണം, എല്ലാവരും വേണമെന്ന് വാതോരാതെ പ്രസംഗിക്കുന്ന മുഖ്യധാര സന്യാസിമാരടക്കം നേരിട്ടിരുന്നപ്പോൾ പറഞ്ഞത് ഇതൊക്കെ ഒഴിവായിക്കൂടെ, ഇതൊക്കെ നമുക്ക് നാണക്കേടല്ലേ എന്നാ ചോദിച്ചത്. എന്നിട്ട് അവര് പഠിച്ച സിദ്ധാന്തമാണ് ഹിന്ദു എന്നാ പറഞ്ഞത്. ആര്യ സമാജ സിദ്ധാന്തങ്ങളൊക്കെയാണ് ഹിന്ദു എന്നാ പറയാൻ ശ്രമിച്ചത്. അതൊക്കെ വേദന ഉണ്ടാക്കി നമുക്ക്. കാരണം മുഴുവൻ ഹിന്ദുക്കളെ ഉൾക്കൊണ്ടിട്ടില്ല, അവര് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രം ചേർത്ത് പിടിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഹിന്ദുവിന്റെ ആചാരം നിശ്ചയിക്കേണ്ട സനന്ദൻ പറയുന്നു എങ്കിൽ അത് ആ സംഘടന അഭിപ്രായമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതൊരു ശരിയായ കാര്യമല്ല. അതല്ല ഹിന്ദുവിന്റെ ആചാരം നിശ്ചയിക്കേണ്ട സംഘടനകളല്ല. ആചാര്യന്മാർ നിശ്ചയിച്ച അവർ യഥാർത്ഥ ഹിന്ദുക്കളാണെങ്കിൽ ആചാര്യന്മാർ നിശ്ചയിച്ച ആചാര്യന്മാർ നിശ്ചയിക്കുന്ന ആചാര്യന്മാർ തോന്നിയസ്ഥനല്ല, ആ സമ്പ്രദായത്തിനാണെങ്കിൽ അത് ജനഹിതം അറിഞ്ഞുകൊണ്ടൊക്കെ വേണം. ശബരിമല വിഷയത്തിലൊക്കെ നമുക്കറിയാം, സ്ത്രീ കയറി അവിടെ മല തിരിഞ്ഞു പൊളിഞ്ഞു പോകാൻ പോകുന്നില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ ഭക്തർ അതിന് പ്രിപ്പയർ ആയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും അത് സംഭവിച്ചിരിക്കുന്നത്. സ്ത്രീകൾ കയറിയ ഒരു കുഴപ്പമില്ല നമ്മൾ ആദ്യമേ പറയാം കേട്ടോ. ശബരിമലയിൽ അങ്ങനെ നല്ല മല. അപ്പം ഞങ്ങൾ മലയമൊക്കെ കയറിയത് ഞങ്ങളുടെ സംവിധാനത്തിൽ പെണ്ണുങ്ങൾക്ക് കാണാൻ പാടത്ത് കിടന്നില്ല. വ്രതം ആചരിക്കണം. അത് ആണാണെങ്കിലും തന്നെ ഇന്ന് കള്ളു പിടിച്ച് കുത്തി മറിഞ്ഞ് നാളെ പോയിട്ട് മലയ്ക്ക് കയറുന്ന ആണുങ്ങളാണ് ഇതിന് തടയാൻ നിൽക്കുന്നത്. ആദ്യം അവർ ഈ സത്യം പറഞ്ഞ ശബരിമലയിൽ ഇപ്പോഴുണ്ട്. ഞങ്ങൾ ശബരിമല സമരകർത്താക്കളാണെന്ന് പറഞ്ഞ ചില സംഘടന ആൾക്കാരൊക്കെ നമ്മൾ കാണണ്ടേ. അവരുടെ ധർമ്മം സത്യസന്ധമാണെങ്കിൽ അവർ ഈ വ്രതമില്ലാതെ കെട്ടെടുത്ത് പോകുന്നു, അല്ലാണ്ട് പോയിക്കോട്ടെ, കെട്ടെടുത്ത് പോകുന്ന തടയാണ് വേണ്ടത്. അവിടെ സ്ത്രീകളുടെ നെഞ്ഞത്തല്ല അവനവന്റെ ഹിന്ദുത്വവും ധർമ്മവും സംരക്ഷണവും കാണിക്കേണ്ടത്. അതൊക്കെ കേവലം ആണത്വത്തിന്റെ ജാടയും അഹങ്കാരവും മാത്രമാണ്. അത് മാത്രമാണ്. അപ്പോൾ സ്ത്രീകൾ കയറിയൊക്കെ ചെയ്യാം. പക്ഷെ ഭൂരിപക്ഷ ആചാര്യന്മാരും അതിനൊപ്പം നിന്ന് എന്താണെന്ന് വെച്ചാൽ ആളുകൾ പറഞ്ഞത് ശരിയായിട്ടല്ല, അവരതിന് പ്രാപ്തരായിട്ടില്ല. പിന്നെ ശബരിമല പോകാതിരിക്കാനുള്ള കാരണമൊക്കെ അത് വലിയൊരു സബ്ജക്റ്റായിരിക്കും, നമ്മൾ പോകുന്നില്ല. അതിനൊക്കെ അതിൻ്റെ റീസൺ ഉണ്ട്. പണ്ട് കാലത്ത് സ്ത്രീകൾ കയറാതിരുന്നതിനൊക്കെ കാരണമുണ്ട്. അപ്പോൾ ചെയ്തത് തെറ്റാനുള്ള അഭിപ്രായവും ഇല്ല, മാറ്റാം എന്നാ പറയും. ഇവിടെയും തന്നെ ഇതിൽ സംഘടനകളാണ് ആചാരം നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. സംഘടനയ്ക്ക് അധികാരമില്ല. അപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനയ്ക്കാകാമല്ലോ, പറ്റില്ല. വിശ്വ ഹിന്ദു പരിഷത്ത് അവരുടേതായിരിക്കുന്ന ആ ഒരു സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മാർഗദർശക് മണ്ഡൽ എന്ന് പറഞ്ഞ സന്യാസി സഭയാണ്. ആ സന്യാസി സഭയിൽ ഞങ്ങൾ ഹൈന്ദവരാണ്, ഞങ്ങളുടെ പ്രതിനിധികളില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഞങ്ങൾ അവർ പറഞ്ഞത് കേൾക്കും ഞങ്ങൾ ഹൈന്ദവരാണ്? അല്ല, നോർത്തിലുണ്ടെങ്കിൽ നോർത്തിൽ ഞങ്ങളുടെ സമ്പ്രദായം ഇല്ലല്ലോ. ഈ ദ്രവ്യമല്ല വിഷയം, സമ്പ്രദായമാണ് വിഷയം. ഇനി അതുപോലെ തന്നെ അതിന്റെ പരമാധികാരം പലപ്പോഴും ലഭിക്കുന്നത് ശങ്കര പരമ്പരയിലെ സന്യാസിമാർക്കാണ്. അതെങ്ങനെ ഞങ്ങൾക്ക് സ്വീകാര്യമാകും? ഞങ്ങൾ ചണ്ടാള പരമ്പരയല്ലേ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു സംവിധാനമാകുമ്പോൾ നമ്മൾ പറഞ്ഞ നമുക്ക് മാത്രമല്ല ഒരു തുല്യതയും ഒരു ഹൈന്ദവ ആചാര്യങ്ങളുടെ പ്രാധാന്യം ഉണ്ടായിരിക്കണം. അതില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മാർഗദർശക് മണ്ഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവരുടെ എതിരെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവരൊക്കെ മാന്യമായ ക്ഷണങ്ങളൊക്കെ സ്വീകരിച്ച് സൗഹൃദപരമായി പോകുന്ന ആളാണ് നമ്മൾ. എന്നാൽ ഇവർ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന ഹിന്ദുവിന്റെ മൊത്തം കാര്യം സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ആൾക്കാർ മരണം പറഞ്ഞാൽ സമാധിയായിരിക്കുന്ന ഒരു വ്യവസ്ഥ പറയണ്ടേ. അതിനെക്കുറിച്ച് ഇവിടുത്തെ സന്യാസിമാർക്ക് അറിയോ? ഇവരുടെ ആചാരങ്ങളെല്ലാം നമുക്കറിയുന്നു പറയുന്നില്ല. ഞങ്ങളുടെ ആചാരത്തെക്കുറിച്ച് ഇവിടുത്തെ ഈ പറഞ്ഞ മാർഗദർശക മണ്ഡലത്തിന്റെ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന സംഭൂജ്യ ചിദാനന്ദപുര സ്വാമികൾക്കോ അല്ലെങ്കിൽ സംഭൂജ്യ സത്സ്വരൂപാനന്ദ സ്വാമികൾക്കോ ഒക്കെ അറിയോ? ഈ കേരളത്തിൽ ഇനി ഇവരെ ശങ്കരാചാര്യർക്ക് അറിയോ? ഇനിയിപ്പോൾ കേരളത്തിലെ ബഹുമാന്യ ബിജി തമ്പി അദ്ദേഹത്തിന് അറിയോ? രാജശേഖരൻ അവർക്കറിയോ? അറിയില്ല. അപ്പൊ പിന്നെ എങ്ങനെ അവരെങ്ങനെയാണ് ഹിന്ദുവിന്റെ മൊത്തത്തിൽ കാര്യം നിശ്ചയിക്കുക? പറ്റില്ല. ബ്രാഹ്മണന്റെ ആചാരം നിശ്ചയിക്കാൻ നമുക്ക് അധികാരം വേണം നമ്മൾ പറയുന്നില്ല. ഹിന്ദുവിന്റെ കാര്യം നിശ്ചയിക്കാൻ നമുക്കും അധികാരം വേണം. ഞങ്ങൾ കൂടി ചേർന്നതാണ്. അതല്ലെങ്കിൽ ഇത്തരം അഭിപ്രായങ്ങൾ ഉണ്ടാകും. അല്ല നിങ്ങളെ പെടുത്താണ്ടെയാണെന്ന് പറഞ്ഞാൽ അത് പ്രഖ്യാപിച്ച് നടത്തിക്കോളൂ. പ്രഖ്യാപിക്കാതെ നടത്തുമ്പോൾ വിഷയമാണ്. അപ്പൊ അവിടെയാണ് അത്തരം സംഘടനകൾക്കും അപ്പൊ പരിവാർ സംഘടനകൾക്കൊന്നും തന്നെ ഹിന്ദുവിന്റെ മൊത്തത്തിലുള്ള അവകാശം കൊടുത്തില്ല. ഇനി നോൺ പരിവാർ, ഈ പരിവാറുകാരല്ലാത്ത ഒത്തിരി സംഘടനകളുണ്ട്, ഹിന്ദു മഹാസഭ പോലുള്ള സംഘടനകളൊക്കെ, അവർക്കും ഇതിൽ അധികാരമില്ല. നമുക്കും മൊത്തം ഹിന്ദുക്കളുടെ ഇല്ല. അതുകൊണ്ട് സനന്ദന്റെ ഇത്ര അഭിപ്രായങ്ങൾ ബാലിശമാണ്. അത് ഒരിക്കലും ഒരു ഹൈന്ദവൻ എന്ന നിലയ്ക്ക് നമ്മൾ അംഗീകരിക്കുന്നില്ല. അവരും നമ്മളും എല്ലാവരും ചേർന്നിട്ടാണെങ്കിൽ ഓക്കെ, അത് തീരുമാനിക്കാം. അപ്പോഴും അത് ഈ സമാധി വിഷയത്തിലാണെങ്കിൽ ഈ സമാധിയിൽ ഇപ്പൊ ഹിന്ദു ഐക്യവേദിക്ക് ഇടപെട്ടത് വേണ്ടായിരുന്നു എന്ന അഭിപ്രായം നമുക്കുണ്ട്. പക്ഷെ അവരെ നിയന്ത്രിക്കാൻ നമ്മളാളല്ല, അവരുടെ സംഘടനാ സംവിധാനം.
എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവ്യക്തം ഒരുപാടുണ്ട്. വേണ്ട ഹൈന്ദവരുടെ വിഷയത്തിൽ ഇവർ ഇടപെടുന്നില്ല, വേണ്ടാത്തതിലും പോയി ഇടപെടുന്നു. അതെന്താ ഹിന്ദുവിന്റെ വിഷയമാണ്, മുസ്ലിങ്ങളാണെന്നൊക്കെ, അതിനൊക്കെ വളരെ വിഷമമായത് കേട്ടപ്പോൾ. മുസ്ലിം 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 എന്തിന് മുസ്ലിം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ പോരായ്മ മറയ്ക്കാൻ എന്തിനാണ് വേറൊരു ഇത് കയറ്റി വെക്കുന്നത്? അവരുടെ വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഇടപെടാം, അല്ലാണ്ട് എന്തിന്? അപ്പം അങ്ങനെ ഹിന്ദു ഐക്യവേദി ആചാര നിശ്ചയിക്കുമ്പോൾ അത്തരം ചില കാര്യങ്ങൾ വരുന്നു. ഇതൊന്നും ഈ സമാധിയെ സാധൂകരിക്കാനുള്ള കാര്യമല്ല. തെറ്റ് പറ്റിയത് എവിടെയാണ്? അച്ഛൻ സമാധിയാലും മരിച്ചാലും 4 ആളെ കൊടുന്നിട്ട് കാണിക്കേണ്ടതായിരുന്നു. അച്ഛൻ പരിപാടിയൊക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് നോക്കിക്കോളി, അവരെ സാധനത്തിൽ അച്ഛൻ ഇങ്ങനെയൊക്കെ പാട്ട് നിങ്ങൾ സഹകരിക്കണം എന്ന് പറയുമ്പോൾ അവരൊരു മാർഗം ഉണ്ടായി കൊടുക്കും, നമുക്ക് ഉറപ്പാണ്. അത് കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJP ആരാണെങ്കിലും ശരി, അല്ലെങ്കിൽ തൊട്ടടുത്ത ഉസ്താദ് ആണെങ്കിൽ പോലും അത് അംഗീകരിക്കും. ഉസ്താദ് അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ജൂതന്റെ കഥ നമ്മൾ കണ്ടു. ജൂതന്റെ മൃതദേഹം പോകുന്ന സമയത്ത് എല്ലാവരും ഇരുന്നപ്പോൾ മുഹമ്മദ് വന്ന് എണീറ്റ് നിന്ന് റെസ്പെക്ട് കൊടുക്കണം എന്ന് പറയുകയുണ്ടായി. ബുദ്ധനും ഇതുപോലെ കഥയും. അപ്പം മരിച്ച ഒരാൾക്ക് റെസ്പെക്ട്, നമ്മളെ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ തൊപ്പിയൊക്കെ ഉരുന്ന് കണ്ടിട്ടില്ല. റെസ്പെക്ട്, ഡെഡ് ബോഡിക്ക് റെസ്പെക്ട് ഉണ്ട്, സാധാരണ പോലെയല്ല. ആ റെസ്പെക്റ്റും അയാളുടെ അന്ത്യ അഭിലാഷം, ആഗ്രഹം, അത് കോടതി പോലും അംഗീകരിച്ചത്. ഇപ്പോൾ കോടതിയിൽ പോയത് അന്നേരം ആരുടെ എതിർപ്പുമായി കോടതിയിൽ പോയാൽ കോടതി പറയും സാക്ഷികളുണ്ടല്ലോ, ഓക്കെ ആണല്ലോ, അത് ആ മൃതദേഹം അല്ലെങ്കിൽ ആ മനുഷ്യൻ മരിക്കുന്നതിന് അവസാന ആഗ്രഹമാണ്, തന്നെ ഇരുത്തിക്കൊണ്ട് വേണത് ചെയ്യാനുള്ളത് മക്കൾ പറയുന്നു, നടത്തിക്കോളൂ എന്ന് കോടതി പറയും. ഇന്ന് വിഷമമായത് എന്താണ്? അങ്ങനെ ഇരുത്തി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി അവിടുന്ന് എടുത്തിരിക്കുന്നു. മൃതദേഹത്തോട് ആദരവ് കാണിക്കേണ്ടിടത്ത് നമ്മൾ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചിരിക്കുന്നു, ശക്തമായ അനാദരവ്. ആര് കാണിച്ചു? ആദ്യം മക്കൾ കാണിച്ചു, ആ കുടുംബം കാണിച്ചു, നാട്ടുകാർ കാണിച്ചു, എല്ലാവരും കാണിച്ചു. കാണിക്കേണ്ടി വന്നെന്തിനാ? നിയമവിരുദ്ധമായി ചെയ്തു, നിയമത്തിന് വിധേയമല്ലാതെ ചെയ്തു. ഇനി സമാധി ഇരുത്താൻ പറ്റുമോ? ഇനി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ട് ഇനി എന്ത് സമാധി? ഇനി എങ്ങനെ ഇരുത്താൻ പറ്റും? നമുക്ക് പറയാനുള്ള വിഷമിക്കേണ്ട, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെ പറയണു. വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കടത്തിയിട്ടാണെന്നും പറ്റും. അല്ല, യോഗിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ആരെങ്കിലും പിടിച്ച് കൊന്നതാണെങ്കിലോ അപ്പോഴും ആഗ്രഹിക്കുന്നവർക്ക് സമാധി ഇരുത്താം. ഇരുത്താറിന കടത്തിയിട്ടാണ് സമാധി കെട്ടാം, യോഗീശ്വരനാക്കാം. ഇനി എന്ത് യോഗീശ്വരനാ? ഇയാൾ ഇരുന്നാലും കടന്നാലും കൊന്നാലും മരിച്ചാലും ആക്കെ നമ്മുടെ കാഴ്ചപ്പാടാണ്. അല്ല, അങ്ങനെ മരിച്ച ആളിന്ന് യോഗിയായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ കൃഷ്ണനെ കാണുന്നതോ? കൃഷ്ണനെ കാണുന്നത് എങ്ങനെയാണ്? രാമനെ നിങ്ങൾ യോഗിയായിട്ടും ദൈവമായിട്ട് കാണുന്നില്ലേ? എന്നിട്ട് മുഹമ്മദിനെ നിങ്ങൾ സംഭവമായിട്ട് കാണുന്നില്ലേ? ക്രിസ്തുവിനെ നിങ്ങൾ സംഭവമായിട്ട് കാണുന്നില്ലേ? ബുദ്ധനെ നിങ്ങൾ സംഭവമായിട്ട് കാണുന്നില്ലേ? എന്തിന്റെ കണ്ടിട്ടാ? വെടിവെച്ച് കൊല്ലപ്പെട്ട മഹാത്മജിയെ പോലും നമ്മൾ ദിവ്യനായിട്ട് കാണുന്നില്ല. മരണമാണോ അവസാനമാണോ നമ്മളൊരാളുടെ ദിവ്യത്വം നിശ്ചയിക്കുന്നതല്ല, മരണം വരെ ചെയ്ത പ്രവൃത്തിയാണ്. അങ്ങനെ മരണം വരെ ആദരണീയമായൊരു പ്രവൃത്തി ചെയ്ത ആളാണ് നെയ്യാറ്റിൻകര ഗോപനെങ്കിൽ അയാൾക്ക് മഹാകോവിലകം കെട്ടിയ അയാളെ ആ പറയുന്ന മഹാത്മാവിനെ ആദരിക്കണം. അതല്ല കേവലം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചു പോയ ഒരാളാണെങ്കിലോ ആ കുടുംബക്കാരെ ആദരിക്കണം. അവർക്ക് യോഗിയായി കാണുന്ന നമുക്കാർക്ക് എന്താ പ്രശ്നമുണ്ട്? എന്ത് പ്രശ്നമാണ്? തപസ്സുകൊണ്ട് ലോകത്തിന് നന്മ ചെയ്താലും ആദരിക്കണം. അപ്പൊ ഇതിനെ ഒരു മതസ്പർദ്ധാപരമായിട്ടുള്ള വിഷയമാക്കുന്നതിൽ അർത്ഥമില്ല. ഇനി അടുത്തതാണ്, സമാധി ആയിക്കഴിഞ്ഞാൽ കുഴിച്ചിടുമ്പോൾ അതിൽ ഇന്ന ദ്രവ്യങ്ങൾ വേണമെന്നുണ്ടോ? നമ്മൾ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല. ശൈവ സമ്പ്രദായത്തിൽ ഭസ്മത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. അത്തരം സമ്പ്രദായ പദ്ധതികളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഇലയും കായും പൂവും മൊട്ടും എടുത്തെടുത്ത് അർപ്പിച്ചിടാന്നൊക്കെ RSS പാടുന്ന പോലെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഒരു സമാധിയെക്കുറിച്ച് അല്ല പാടുന്നേ, രാഷ്ട്രത്തെക്കുറിച്ച് പാടിയൊരു പാട്ട് നമ്മൾ ഇതിലേക്കൊന്ന് ഉപമിച്ചു എന്ന് മാത്രമല്ല, വരികൾ നല്ലതാവുന്നതുകൊണ്ട് ഉപമിച്ചു. അപ്പോ അത്തരം കാര്യങ്ങൾ മാത്രമല്ല, ഉപ്പും മണലും ഒക്കെ ഇട്ടിട്ടും പറ്റും. ബോഡി അവിടെ നിലനിർത്തി അതിനാ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ അതൊക്കെ വെച്ചിട്ടും അത് പകുതി അഴുകിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇത് ശരീരമാണ്, ഇത് നശിക്കാനുള്ളത്, അനശ്വരമാണ്. ഇത് നശിക്കണം. ദേഹം അല്ലെങ്കിൽ ദേഹത്തെ വിടുമ്പോൾ ദേഹിയാണ് മരണമില്ലാത്ത. ദേഹം നശിക്കേണ്ടതാണ്. മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് ലയിച്ചു ചേരേണ്ട വെറുമൊരു കേവല വസ്തുവാണ്, ജഡമാണിത്. ഒരു ബലൂണ് വാങ്ങി ഊതി വീർപ്പിക്കുമ്പോൾ അതിലുണ്ടാകുന്ന പ്രാണൻ അത് എൻ്റെ ശ്വാസമാണല്ലോ എന്നത് ഇരിക്കുന്ന സമയം നമുക്ക് പറയാം. എന്നാൽ ചൂട് കൊണ്ടോ കാറ്റുകൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ അത് പൊട്ടുന്നതോടുകൂടി
ബലൂണ് പൊട്ടിയല്ലോ എന്ന് വിഷമിക്കും, കുട്ടി കരയും. പക്ഷെ അടുത്ത ബലൂണ് വാങ്ങുന്നതോടെ കുട്ടിയുടെ പ്രശ്നം തീർന്നു. ഇതാണ് ദേഹം. ഇതിൽ ഭ്രമിക്കേണ്ട ആവശ്യമില്ല. അത് നശിക്കണം. സമാധി ഇരുത്തിയില്ലെങ്കിലും യോഗികളുടെ ഈ ആ ഒരു ധീ അത് ഈ ബോഡിയെ മാത്രം ആശ്രയിച്ചിട്ടല്ല. ബോഡി ഉപയോഗിക്കുന്നതിന് വേണ്ട ആ ബോഡിയിലുള്ള ചൈതന്യം ലോകർക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാ, ഉപദ്രവാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ ഉണ്ടായതെന്താ? വലിയൊരു വാർത്തയായി സമാധി എന്നൊരു വാക്കെല്ലാരും കേട്ട്. ഇനി ഒരാൾ യഥാർത്ഥത്തിൽ ഇരുന്നാൽ തന്നെ എന്താ അവസ്ഥ? ഇപ്പൊ നാരായണ ഗുരുദേവനെ പോലുള്ള ആൾക്കാരൊക്കെ സമാധി കയറി ഇനി ഉണ്ടാവുന്ന ഒരു ചിത്രീകരണം എന്താണെന്ന് ആലോചിച്ചോളൂ. നമ്മളായിട്ടൊന്നും പറയുന്നില്ല. എന്താ അതിനൊക്കെ ഇനി വരാൻ പോകുന്ന കമന്റുകളും അല്ലെങ്കിൽ ഇത് വരാൻ നിങ്ങൾ എന്താ പറയുമല്ലോ, ഗോസിപ്പുകളൊക്കെ, ട്രോളുകളൊക്കെ എന്തായിരിക്കും? കാരണം അന്ന് ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇനി ഉണ്ടാകാൻ പോകുന്ന എന്തായിരിക്കും അവസ്ഥ? നല്ലതുപോലും മലീമസമായി ചിത്രീകരിക്കാൻ പോവുകയാണ്, പുച്ഛിക്കാൻ പോവുകയാണ്. ലോകത്ത് തന്നെ മതങ്ങളെ, ഈ പറഞ്ഞ ഈശ്വരീയ വിശ്വാസ പദ്ധതികൾ ഒന്നും തന്നെ, അത് ഹിന്ദുക്കൾ മാത്രമല്ല, ഒന്നും തന്നെ വേണ്ട എന്ന് കരുതി പദ്ധതികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം ആളുകളാണ് ഞങ്ങൾ എക്സ് മറ്റേ മതം അല്ലെങ്കിൽ നിരീശ്വരം, ഞങ്ങൾ യുക്തിവാദികൾ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും രംഗത്ത്, എല്ലാവരും അല്ല പലപ്പോഴും വരുന്നത്. അവരാവശ്യം എന്താ? ലോകം വിശ്വാസമില്ലാത്തവരാകണം. അതിനെന്ത് വേണം? മതങ്ങൾ തമ്മിലടിക്കണം. അപ്പൊ എന്ത് പറയും? ആ മതം വിട്ടിട്ട് ഞാൻ എക്സാന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും? ആ മതത്തിന് എവിടെ ഇരുന്ന് കുറ്റം പറയും. എന്താ ആവശ്യം? എന്താ? ഇവര് തമ്മിൽ തല്മത്തരണം. ഇതിനുള്ള പഴുതുണ്ടാക്കുന്ന ആരാ? ഈ മതത്തിന്റെ ആൾക്കാരും. അപ്പൊ അതിന് എക്സിന്റെ കുറെ ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. എക്സിന്റെ ആൾക്കാർ അവരെ മതം വിട്ട് ഇവിടെ വന്ന് കുറ്റം പറയാം. എടോ, അവിടുന്ന് അവന്റെ തന്തിയും തള്ളിയും വിട്ട് ഇവിടെ അവന്റെ തന്തിയും തള്ളിയും കുറ്റം പറയാൻ വന്നു വെച്ചാൽ നാളെ ഇവിടുന്ന് ഒരു പ്രശ്നം ഉണ്ടായവൻ ഇവിടുത്തെ തന്തി തള്ളിയും കുറ്റം പറയും. അതല്ലേ സാമാന്യ ബുദ്ധിബോധമുള്ളവർ ചെയ്യേണ്ടത്. അപ്പൊ ഇവനൊക്കെ വേറെയാണെങ്കിൽ അവരെ വേറെ വിട്ടാൽ പറയല്ല, അവനെ കുറ്റം പറയാൻ നമുക്കൊരു സംഭവം വേണം, എന്താ അവനെ പിടിച്ചിരുത്തില്ല. ഇവന്റെ വിചാരം നമ്മളുടെ ആയുധമായ അവനാ. പക്ഷെ മറിച്ചെന്താ? അവൻ ഇവരെ ആയുധം. കാരണം അവന് മതമല്ല ദൈവമല്ല. അങ്ങനത്തെ ആൾക്കാരാ തമ്മിലടിപ്പിക്കുക. എന്നിട്ട് പിന്നെ ചിരിക്കുക. കാരണം ഇവൻ ഒരു കാലത്ത് ഈ മതങ്ങൾക്കൊക്കെ എതിരായിരുന്നു. ഇപ്പൊ എന്താണ്? ഈ മതം വലിയ കുഴപ്പമില്ല, ഞാൻ ജനിച്ച മതം മോശമാണ്, അതുകൊണ്ട് അവര് തല്ലിപ്പൊളിയാണ്. അപ്പൊ ഇവന് കിട്ടുന്നത്, ഇവര് തമ്മിൽ തല്ലുമ്പോ സന്തോഷിക്കുകയാണ്. കാരണം ഇവന് ഈ മതങ്ങൾ വേണ്ട. ഇവന് ലോകത്തിൽ കുട്ടികളെ ഡ്രഗ്സും മറ്റും ഉപയോഗിച്ച് നശിച്ചു പോകുന്നത് കാണുകയാണ് വേണ്ടത്. കുട്ടികൾക്ക് ആത്മീയത വേണ്ട. സ്ട്രെസ് വർദ്ധിക്കണം. സ്ട്രെസ് വർദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ ലഹരിക്ക് അടിമപ്പെടുള്ളൂ. അപ്പോഴേ ബുദ്ധിയും ബോധവും ഇല്ലാത്തൊരു പുതിയ തലമുറ ഉണ്ടായി വരുള്ളൂ. അപ്പോഴേ ഇവനെ പോലുള്ള ആളുകളുടെ കീഴിലേക്ക് വരികയുള്ളൂ. ആത്മീയത പൂജ കച്ചവടമല്ല. സ്ട്രെസ് കുറഞ്ഞ് മാനസികമായിട്ടുള്ള ആ ഒരു ഷാർപ്നെസ് കിട്ടാൻ വേണ്ടിയുള്ള ധ്യാനം മറ്റുള്ളതും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം അതിന്റെ സ്റ്റുഡുകളാണ് പൂജയും മറ്റുള്ളതൊക്കെ. ആശ്രയമാണ്. മാർക്സ് പോലും പറഞ്ഞ പോലെ എന്താ മയക്കുന്ന കറുപ്പ നമ്മൾ പറയാം, അത്താണിയുള്ള ഇല്ലാത്തവന്റെ അത്താണിയാണ് ദൈവം എന്ന് നമ്മൾ പറയാറ്. ആശ്രയമില്ലാത്തവന്റെ ആശ്രയമാണ് ദൈവം. വിശ്വാസമായിക്കോട്ടേന്ന് അവന്റെ ബോധ്യം അവന്റെ അനുഭവം ഒക്കെ അല്ലേ. അവനതുകൊണ്ട് ദോഷമില്ലല്ലോ. എന്നാൽ മറ്റത് അങ്ങനെയല്ല, ദോഷമാണ്. കാരണം അവന് മറ്റാരും ഇല്ലാന്ന് തോന്നുമ്പോൾ അവൻ എന്താണ്? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെയാണ്. ഒരു ദർശനവും പിൻപറ്റാത്തവനാണ് ലോകത്തെ ഏറ്റവും വലിയ അപകടകാരി. അതുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഇത്തരം സംവിധാനങ്ങൾ ഇങ്ങനെ മലീമസമാകുമ്പോൾ അതിനെയൊക്കെ പരിഹസിച്ചില്ലാണ്ടാക്കാൻ തയ്യാറായി നിൽക്കുക. മതങ്ങളല്ല മതങ്ങൾക്ക് പലപ്പോഴും ശത്രുവാകും. അത് മതം പിൻപറ്റുന്നവരൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതിപ്പോൾ മനസ്സിലാക്കുന്ന അങ്ങനെയല്ല. ഈ മതം എൻ്റെ മതത്തിനെതിരാണ്, എൻ്റെ മതം മറ്റവൻ്റെ മതത്തിനെതിരാണ്. അങ്ങനെയല്ല. മതത്തിൽ ആത്യന്തികമായ കഴമ്പെടുത്ത് നോക്കൂ. ഇലാമപ്പഴത്തിന്റെ കഴമ്പ് പോലെ ഒന്ന് എടുത്തു നോക്കൂ. അത് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ആചാര വ്യത്യാസങ്ങളെ കൊണ്ടാണ് ഈ സ്പർദ്ധയൊക്കെ ഉണ്ടാകുന്നത്. അത് ആചാര വ്യത്യാസങ്ങൾ നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം പോലെയാണ്. അപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന മാലയും ഷാളും നിങ്ങൾക്ക് സ്വീകാര്യമാകില്ല. എന്നിരുന്നാലോ നമുക്ക് സ്യൂട്ടബിൾ ആണ്, നമ്മളെ നിങ്ങൾക്കാർക്കും ഉപദ്രവം ഉണ്ടാക്കുന്നില്ല, ശരി, അത് ഇട്ടോട്ടെ. ഇതാണ് മതങ്ങളുടെയും കാര്യം. ഉപദ്രവം ഉണ്ടാകരുത്. അല്ല, ബാങ്ക് വിളിക്കുന്ന ഞങ്ങൾക്ക് ഉപദ്രവമാണെന്ന് കേട്ട ആൾക്കാർ. നമുക്ക് ബാങ്ക് വിളി ഉപദ്രവമാകുമ്പോൾ നമ്മൾ പാട്ട് വെച്ചാൽ മറ്റൊരു അത് 5 മിനിറ്റ് തീരുമ്പോൾ അരമണിക്കൂറോളം തീരുന്നില്ല. അത് ഞങ്ങളുടെ നാടാണ്, ഇവിടെ ഞങ്ങളിത് ചെയ്യും. അങ്ങനെ ഒരു നാടില്ല. നമ്മുടേതാണ് നാട്, എൻ്റേതല്ല നമ്മുടേതാണ് എന്ന ധാരണയ്ക്ക് വരണം. അവിടെ അതുകൊണ്ടാണ് തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞത് ഭരണഘടന പറയുന്ന ആ രീതിക്കേ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറമല്ല മതം. അതിൻ്റെ വിഷയം വരുമ്പോൾ മറ്റു മതങ്ങളെ ആക്ഷേപിക്കരുത്. എന്നിട്ട് ഇതിന് വിഷയം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അറിഞ്ഞത് മാത്രമാണ് ശരി, അത് മാത്രം സമാധിയായിട്ട് പ്രഖ്യാപിക്കുള്ളൂ. മറ്റൊന്നും സമാധി അല്ലാണ്ട് ബ്രാഹ്മണരെ കൊണ്ടുപോയി കുഴിയിലിരുത്തുന്നതോ അല്ലെങ്കിൽ ഇവരുടെ സന്യാസിമാരെ കൊണ്ടൊരു കുഴിയിലിരുന്നോ, ഇങ്ങനെയാണ് സമാധി.
എല്ലാവരും അങ്ങനെ അങ്ങോട്ട് ചെയ്തോളണം. അതങ്ങനെ ഒരു അപ്പോസ്തലന്മാർ ഹിന്ദു ധർമ്മത്തിലില്ല, ഹൈന്ദവ സംസ്കൃതിയിലില്ല. സനാതന ധർമ്മം എന്ന വിഷയം അതിപ്പോൾ ചർച്ചയാണ്. സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പൊക്കുന്നത് ഈ ബ്രാഹ്മണീകൃത ഗ്രന്ഥങ്ങളും ബ്രാഹ്മണ മതത്തിന്റെ കിതാബുകളും ബ്രാഹ്മണ മതാചാരങ്ങളുമാണ്. നാം പറയുന്ന സനാതന ധർമ്മം നമ്മുടെ ധർമ്മത്തെക്കുറിച്ചാണ്. ആ ധർമ്മം ഇന്നലെയും ഉണ്ട്, നാളെയും ഉണ്ട്, ഉണ്ടാകും, അതിന് നാശമില്ല. അത് ബ്രാഹ്മണീകൃത ധർമ്മമല്ല, ചാതുർവർണ്ണ സിദ്ധാന്തമല്ല. അപ്പോൾ ഞങ്ങൾ ഞാൻ മരിച്ചു കഴിഞ്ഞ എൻ്റെ സനാതനധർമ്മം ഇതാ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഈ പറയുന്ന വിവേചനങ്ങളെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ സനാതനവും നമ്മുടെ സനാതനവും വേറെ വേറെ തന്നെയാണ്. ഇസ്ലാമികളെ സംബന്ധിച്ച് അവര് ദീൻ ധർമ്മം പണ്ടേക്കുള്ളതെന്ന് അവർ പറഞ്ഞത് അത് സനാതനമാണ്. യേശുവിന്റെ ധർമ്മം സനാതനമാണെന്നാണ് യേശുവിന്റെ വാദം. ബുദ്ധന്റെ ധർമ്മം സനാതനമാണെന്ന് ബുദ്ധന്റെ വാദം. ഒക്കെ ഒന്നല്ല, വാക്കൊന്ന്. അപ്പുറത്തുള്ള ബാബു ഇപ്പുറത്തുള്ള ബാബു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ സ്റ്റുഡിയോക്കാരുണ്ടായിരുന്നു, പേര് ബാബു എന്ന. എല്ലാ കല്യാണത്തിനും വരും പോകും. ബാബു എന്ന് കേട്ട എല്ലാവരും പെട്ടെന്ന് എഴുതി എന്താണ്, ഒരു ഹിന്ദു കുടുംബത്തിലൊക്കെ ജനിച്ച ആളാണ്. ബാബു നല്ലൊരു മുസ്ലിമാണ്, അറിയുക പോലും ഇല്ല അദ്ദേഹത്തിന്റെ മതം. വാക്കുകൊണ്ട് മലപ്പുറത്തൊക്കെ ഉള്ള ആളാണെങ്കിലും സംസാരം കൊണ്ട് പോലും അത് അറിയില്ല. അറിയുന്നതിന് വിരോധമില്ല, മലപ്പുറം ടോൺ തെറ്റാണെന്നല്ല, അത് അവിടുത്തെ ശൈലിയാണ്. എല്ലാ ശൈലികളെ ആദരിക്കുന്നു. അതൊക്കെ വേണമെന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മൾ, അതിനെ കുറ്റം പറയുന്നു. കാരണം നമ്മൾ പഠിച്ചത് മാത്രം ശരി എന്നുള്ളത് പൂന്താനത്തിനെ പരിഹരിച്ച വേപ്പത്തൂരിന്റെ പോലെയാണ്. മരപ്രഭു അല്ല അമരപ്രഭു ആണെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് മാത്രം ശരി എന്ന വാദമാണ്. അങ്ങനെ പറയാൻ പാടുള്ളൂ. ആര് പറഞ്ഞു? ആരാണ് ഇതിൻ്റെയൊക്കെ അധികാരി? ഇച്ച മാണ്ടാന്ന് മാമുക്കോയ പറയുമ്പോൾ കളിയാക്കുന്ന ആ സിദ്ധാന്തം എവിടുത്തെയാണ്? ആരാ നിങ്ങളുടെ എനിക്ക് വേണ്ട എന്ന് പറയുന്ന വ്യാകരണ പദ്ധതിയാണ് ശരി എന്ന് ആരാ നിങ്ങളോട് പറഞ്ഞേ? ഇച്ച് മാണ്ടാന്ന് മാമുക്കോയ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. പിന്നെന്താ കുഴപ്പം? ഡേ വേണ്ടടേ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇനെന്താ കുഴപ്പം? ഡേ വേണ്ടടേ ഒരു ട്യൂണല്ലേ? എന്താ ഇതിനെന്താ കുഴപ്പം? എന്താ വേണ്ട എന്ന് എനിക്ക് ഡേ അത് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചിലർക്ക് ഭകാരമില്ല, ഫകാരമാണ്. ഫരണിയിലാണ് അച്ചാറിടുക എന്നാ പറയാ. ഫരണി എന്ന് പറയുമ്പോൾ ഫരണി അല്ല ഭ എന്ന് പഠിച്ചു വന്നു പറഞ്ഞ ആൾക്കാർ ഇന്നും ഉണ്ട്. വിദ്യാസമ്പന്നർ. എടോ, അവന്റെ നാട്ടിൽ അവന്റെ കുട്ടിക്കാലത്ത് അവൻ പഠിച്ചു വന്ന സ്ലാങ് അതാണ്. അവന് ഫകാരവും ഭകാരവും അറിയാണ്ടല്ല, ആ വ്യത്യാസം അവൻ അറിയാം. പക്ഷെ അവന്റെ ആ ജന്മത്തിൽ കലർന്നു വന്നതാണ്. എന്നെന്താ തെറ്റ്? നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ വേണ്ട, അവനറിയാലോ. അല്ലെ, സമാധിന്ന് എങ്ങോട്ടാ സ്വാമി പോകുന്നത്? സമാധി തന്നെയാണ് നിൽക്കുന്നത്. സമാധിക്ക് നിങ്ങളായിട്ട് നിയമം ചമയ്ക്കേണ്ട. നിങ്ങളുടെ നിയമങ്ങൾ ചമച്ച് നിങ്ങൾ കാണിക്കുന്നതൊക്കെ ഇവിടെ നിങ്ങൾ ആഢ്യന്മാരാണെന്ന് ഇരുന്ന ആളുകളുടെ ചില കാര്യങ്ങളാണ്. അതെല്ലാവരും ചെയ്തോണം, അതേ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണഘടന അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹിന്ദു എന്ന് പറഞ്ഞ ഡെഫിനിഷൻ വെച്ചിരിക്കുന്നത് എപ്പോഴും നമ്മൾ റിലീജിയസ് ഡിനോമിനേഷൻസ് എന്നാണ്. ആ ഡിനോമിനേറ്റുകളുടെ എല്ലാം സമ്പ്രദായങ്ങൾ ഹൈന്ദവമാണ്. അതിലേതെങ്കിലും ഒന്നാണ് സ്ഥാപിക്കാൻ ഏത് സംഘടന പറഞ്ഞാലും, ഏത് സന്യാസിമാര് പറഞ്ഞാലും, ഏത് മാധ്യമങ്ങളിലൂടെ പറയാൻ അവരുടെ കഴിവ് ഉപയോഗിച്ച് പറയാൻ ശ്രമിച്ചാലും അത് തെറ്റാണ്. അത് നെയ്യാറ്റിൻകര ഗോപന്റെ വിഷയത്തിലാണെങ്കിലും അങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല. നെയ്യാറ്റിൻകര ഗോപൻ മരിച്ചതാണെങ്കിൽ അതും സമാധി ആയിക്കോട്ടെ, എന്നാൽ സമാധി ആക്കാം, അല്ലാതെ മറ്റുള്ള രീതിയാണ് ശരി എന്ന് വേണ്ട, അത് അങ്ങനെ പറയാൻ പാടില്ല. മറിച്ച് ഇവിടെ ഉണ്ടായ നിയമവിധേയമല്ലാതെ കാര്യങ്ങൾ നടത്തി. നാട്ടുകാർക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചു. നാട്ടുകാർക്ക് കാര്യം ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലായിക്കോളൂ. നിങ്ങളെ തന്തിയും തള്ളിയും മരിച്ചാലും നിങ്ങൾ മരിച്ചാലും നാട്ടുകാർക്ക് വിഷയമുണ്ട്. ഒരു പാമ്പിനെ തല്ലി കൊന്നാൽ പോലും നാട്ടുകാർക്ക് വിഷയമുണ്ടെന്ന് മനസ്സിലായിക്കോളൂ. ആ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നേ. എലിയെ കൊന്നാൽ എന്തിനെ, തവളയെ കൊന്നാലും ഒക്കെ നിയമമുണ്ട്. തോട്ടിലെ മീനിനെ കൊന്നാൽ നിയമമുണ്ട്. സംരക്ഷിക്കപ്പെട്ട മൃഗങ്ങളുണ്ട്. ഒരു ആടിനെ അറക്കാൻ കൊണ്ടുപോവുകയാണെങ്കിൽ ആടിനുണ്ട് ചാവണേന്റെ മുമ്പ് അതിന് ചില സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. എല്ലാമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നേ. ഇതറിയാത്തതാണ് നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ. ഭഗവത്ഗീതയിലും ഖുറാനിലൊക്കെ പറഞ്ഞ നമ്പർ പറഞ്ഞു പറയും, പക്ഷെ ഇന്ത്യയുടെ സാമാന്യ നിയമമൊന്നും ആർക്കും അറിയില്ല. ഈ പറഞ്ഞ നമുക്കറിയോ വെച്ചാൽ നമുക്കറിയില്ല എന്ന് പറയുകയാണ്. ഇതിന്റെ കുറവാരെടുത്ത സർക്കാർ സംവിധാനത്തിലേക്കാണ്. വിദ്യാഭ്യാസത്തിൽ പ്രധാനമായും കൊടുക്കേണ്ടത് ഇതൊക്കെയാണ്. രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ രാജ്യത്തിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അറിയില്ല? നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം പോയിരിക്കുന്നത് തത്തമ്മയെ പൂച്ച എന്ന കൊളോണിയൽ വിദ്യാഭ്യാസത്തിലൂടെയാണ്. വേദാന്തം പഠിക്കുന്നവനും അവന്റെ മതഗ്രന്ഥം പഠിക്കുന്നവനൊക്കെ ഈ കൊളോണിയൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. അതൊന്നും മാറി ചിന്തിക്കുന്നവനെ അംഗീകരിക്കാൻ പറ്റില്ല അവർക്ക്. എന്താ പറയാ, നിലവിൽ പറഞ്ഞു പഠിക്കുന്നത് ഭഗവത്ഗീത തെറ്റാന്ന് പറഞ്ഞാൽ അവനെ തല്ലിക്കൊല്ലാൻ നിൽക്കുക. എന്താ കാര്യം? ഖുറാൻ തെറ്റാന്ന് തല്ലിക്കൊല്ലാൻ നിൽക്കുക. അതിന്റെ അപ്പുറം പോകാൻ പറ്റില്ല. കൊളോണിയൽ വിദ്യാഭ്യാസ ഞങ്ങൾ വേണം, നിങ്ങൾ വിശ്വസിച്ചോളണം, ഞങ്ങളുടെ സിസ്റ്റം നിങ്ങൾ പിൻപറ്റിക്കൊള്ളണം. നീയും 1-2 പഠിച്ചാൽ മതി, അവനും 1-2 പഠിച്ചാൽ മതി. അല്ല ഞാനൊന്ന് 2-1 പഠിച്ചാലോ പറ്റില്ല. ഇതാ കൊളോണിയൽ.
അങ്ങനെ തത്തമ്മയെ പൂച്ച പൂച്ച പഠിച്ചിട്ട് എന്തായി? ഇവൻ പരീക്ഷയ്ക്ക് പാസ്സാകാനുള്ളതാ പഠിക്കുന്നത്, എന്നാലേ അവന് ജോലിയുള്ളൂ. അല്ലാണ്ട് ഇന്നലകളിലെ പോലെ ബുദ്ധിശക്തി നോക്കിയിട്ടല്ല കാര്യം. ഈ പറഞ്ഞു കൊടുക്കുന്നത് കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകാൻ വേണ്ടി പഠിക്കുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ പരീക്ഷ എഴുതാനുള്ള ഒരു സാധനം മാത്രമായി മാറിയിരിക്കുന്നു പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ അടുത്ത് ഇവൻ പഠിക്കണം എന്താ? എനിക്ക് ചത്ത മോക്ഷം കിട്ടണം. അതിനു വേണ്ടി ഇവൻ മതം പുഴുങ്ങി തിന്നുക. അപ്പോഴാണ് അച്ഛൻ്റെ വിഷയത്തിൽ നാട്ടിലിടപെടുമ്പോൾ മാപ്പിളാരി മുസ്ലിങ്ങളാണെങ്കിൽ ഹിന്ദുക്കൾ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് ഇവിടെയാണ്. ഐസിസ് തോക്കായിട്ട് വരുമ്പോൾ അവർക്കെതിരെ പോരാടേണ്ടതല്ല നമ്മൾ പറയുന്നത്. അത് വേണം, ജാഗ്രതയായിട്ട് ഇരിക്കണം നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ ഇനി കൂടുതൽ നേട്ടത്തിൽ നമ്മൾ വിരാമൺമത്രിയാണ് പറയുന്നത്. നെയ്യാറ്റിൻകര ഗോപന്റെ സമാധി രാഷ്ട്രത്തിൻ്റെ ഭരണഘടനാപരമായും നമ്മുടെ വിശ്വാസതലങ്ങളുടെയും നോക്കിക്കാണുമ്പോൾ അത് ചെയ്ത കാര്യങ്ങൾ തെറ്റാണ്. അതുകൊണ്ട് തന്നെ ദുരൂഹത നിൽക്കുന്നുണ്ട്. ഈ നടക്കാൻ പോകുന്ന പോസ്റ്റ്മോർട്ടത്തിലൂടെ അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരട്ടെ. ആ പുറത്തു വരുമ്പോൾ മറ്റൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഉണ്ടായില്ലെങ്കിലും ആ വ്യക്തിക്ക് താൻ മരിച്ചാൽ സമാധി ഇരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അയാളോട് ചെയ്ത ഏറ്റവും വലിയൊരു മഹാപരാധം പാപമാണ്. അത് മതങ്ങളുടെ കണ്ണിലൂടെയല്ല, മനുഷ്യന്റെ കണ്ണിലൂടെ പറയാണ്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അയാളുടെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടത്തി കൊടുക്കാനുള്ള മര്യാദയാണ്. അതിന് നമ്മളെല്ലാവരും ചെന്ന മാധ്യമങ്ങളും നമ്മളും നിങ്ങളും ഒക്കെ ചേർന്ന് അതില്ലാണ്ടാക്കി. ഇനി നാളെ ആരെങ്കിലും സമാധിയാകാൻ നിൽക്കുന്നു എങ്കിൽ സമാധി കാണാൻ പറ്റാത്ത ആരുമില്ല. ആ നേരത്തെ അത്യാവശ്യം ആളില്ലെങ്കിൽ പോലും സമാധിക്ക് ശേഷം ബോഡിക്ക് പരിക്കുകളില്ലാണ്ട് ആ വ്യവസ്ഥ ഇരുത്താൻ വേണ്ടി ഭക്തർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ നിയമപരമായി നടത്താനുള്ളൊരു സംവിധാനം ഉണ്ടാകണം എന്ന് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളോട് പറയണം. കൂടാതെ ഹൈന്ദവ സമാജം നമ്മുടേതാണ് സമാധി എന്നൊരു രീതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നാം ഇനി നിയമപരമായി പോകേണ്ടത്, ഇത് വിശ്വസിക്കുന്നു എങ്കിൽ ഇത്തരം സംവിധാനങ്ങൾക്ക് നിയമവിധേയമായി ചെയ്യാൻ പറ്റുന്ന ലാളിത്യത്തോടുകൂടി വളരെ ലളിതമായി അധികം ബഹളമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ചില സംവിധാനങ്ങൾ നിയമപരമായി രാഷ്ട്രത്തിൽ ഉണ്ടായി വരേണ്ടതുണ്ട്. അതിനൊരു നിമിത്തമായി ബഹുമാന്യ ഈ ആദരണീയ ഗോപൻ സ്വാമി, കാരണം ഈ ചിന്തയാ ഇനി ഇങ്ങനെ ഉണ്ടായാൽ സംഭവിക്കാൻ പാടില്ല. അപ്പൊ ചെയ്യുന്നവർക്കും അറിയണം, ഇനി ഇങ്ങനെ പറ്റിയാൽ ആളും ബഹളം ഇല്ലാണ്ട് കാര്യങ്ങൾ നടത്തിയിട്ട് ബോഡി വിട്ടുകൊടുക്കണം, കൂടുതലൊന്നും ഇതാക്കാൻ പാടില്ല. പിന്നെ ഇപ്പൊ സാധാരണ പറയപ്പെടുന്ന സമാധിയാണെങ്കിൽ ഈ ശിരസിന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, രക്തം പൊടിഞ്ഞിട്ടുണ്ടാകും. മറ്റേതാണെങ്കിൽ പ്രാണം പോയ വ്യവസ്ഥയാണ്. പിന്നെ ചില ആളുകൾ പറയേണ്ടത് യോഗികൾ മാത്രമാണ്, താന്ത്രിക പദ്ധതിയിൽ ഇല്ല എന്നൊക്കെ. അവർക്കൊന്നും ഈ പരിപാടി തന്നെ അറിയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. തന്ത്രത്തിലും യോഗയിലും എല്ലാത്തിലും ഇതുണ്ട്. കാരണം ഈ പ്രാണനുമായി ബന്ധപ്പെട്ടതാണ്. തന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പദ്ധതിയാണ്. സിദ്ധ പാരമ്പര്യത്തിലൊക്കെ സിദ്ധൗക പരമ്പര്യത്തിലുണ്ട്. സിദ്ധൗകമുള്ളത് അറിയാണ്ടെയാണ്, സിദ്ധപാരമ്പര്യമാണ്, യോഗിയാണെന്നൊക്കെ പറയുന്നത്. ഗുരു സമ്പ്രദായം ഇല്ലാതെയാണ് പല ആൾക്കാരും സംസാരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ഈ സമാധി വ്യവസ്ഥയിലൂടെ കടന്നുപോയൊരു ഗുരുവിന്റെ പരമ്പരയിലൊക്കെ വരുന്ന ആളുകളാണ് ഈ ഒരു കാലം ഈ ശരീരത്തോട് ഇരിക്കുന്ന നമ്മളെ സംബന്ധിച്ച്. പക്ഷെ നമ്മളെ പറയാത്തതിന് അവകാശഭേദം വേണ്ടതുണ്ട്, അറിയുന്നവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഗുരു പരമ്പരയില്ലാതെ പറയുന്ന ഹൈന്ദവ ആചാര്യന്മാരെ പരമാവധി ഇത്തരം വിഷയങ്ങൾ അതോറിറ്റി ആക്കാതിരിക്കുക. അവരെന്തൊക്കെ ജ്യോതിഷം പഠിച്ചിട്ടോ പൂജ എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടോ വരല്ലാണ്ട് പരമ്പരയുടെ ദീക്ഷാക്രമം ഉണ്ടായിരിക്കില്ല. പിന്നെ കണ്ട ചില കാര്യങ്ങളും ആയിരിക്കും. അത്തരം ആളുകളെ കേവലം ആചാര്യന്മാരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരെ കാണാൻ. ആ വിഷയത്തിൽ അവർക്ക് അറിയാൻ, അവർക്ക് ഒരിക്കലും ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല, പരമ്പരയില്ല. നമ്മളുണ്ടാവുന്ന നമ്മുടെ അച്ഛനുണ്ടായതുകൊണ്ടാണ് അല്ലേ? അച്ഛനുണ്ടായതോ അച്ഛനമ്മി ഉള്ളത് കൊണ്ടാണ്, അച്ഛനും അവർക്ക് പൂർവികരുള്ളത് കൊണ്ടാണ്. ഇതുപോലെയാണ് ഗുരുസമ്പ്രദായം നമ്മൾ പറയപ്പെട്ടിരിക്കുന്നത്. നമ്മളുണ്ടാകുന്നത് നമുക്ക് മുമ്പ് ഒരാളുള്ളത് കൊണ്ടാണ്. അതാണ് ഗുരു. അയാൾക്കൊരു ഗുരു ഉണ്ടാവണം. അത് കേവല പൂജയല്ല, പൂജയുടെ പേരാണ് പ്രതിഷ്ഠയും മറ്റുള്ള ഹോമം നടത്തുന്നതല്ല, ജ്ഞാന പദ്ധതിയാണ്. അത് ഈ പൂജ കോഴ്സ് അല്ല, അത് കൃത്യമായി വ്യവസ്ഥയുണ്ടായിരിക്കും. പരമ്പര ദീർഘ പരമ്പരയാണ്. അതിലൂടെ വന്നൊരു ഗുരുവിനെ ബുദ്ധനെ പോലെയൊക്കെ ആശയപരമായിട്ട് മറ്റൊന്നിനെ കൊണ്ടുവരാം. എന്നിരുന്നാൽ പോലും പൂർവികമായിട്ടൊരാൾ ഉണ്ടാകും. തെറ്റോ ശരിയോ നല്ല ഉണ്ടാകണം. അത്തരം ആളുകളാണ് ഇത്തരം വിഷയങ്ങൾ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട അഭ്യർത്ഥനയാണ്. അല്ലാത്ത ആളുകൾ എന്തു പറഞ്ഞാലും നിങ്ങൾ ചോദ്യം ചെയ്യണം. നിനക്ക് പരമ്പരയുണ്ടോ? ആരാ ചോദിക്കണം. അല്ല, ഞാൻ ഇന്ന നമ്പൂരിപ്പാടിൻ്റെ അടുത്തോട്ട് പൂജ പഠിച്ചു, ഇന്ന വിദ്യാപീഠത്തിലായിരുന്നു, ഞാൻ ജ്യോതിഷമാണ്, അല്ലെങ്കിൽ ഞാൻ അതാണ്, ചേനയാണ്, അല്ലെങ്കിൽ ഞാൻ മലബാരാണ്, അതൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ സന്യാസിയാണ്, അതിലൊന്നും കാര്യം. പരമ്പരയുടെ ഭാഗമായി കൃത്യമായി ശിക്ഷണം നടത്തിയിരിക്കണം. അല്ലാണ്ട് മനസ്സിലാവില്ല.
അത്തരം കാര്യങ്ങളൊക്കെ ഈ സമാജത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഈ നേതാക്കന്മാരുടെ പോലും പ്രശ്നം അങ്ങനെയാണ്. അവിടുന്ന് ഇവിടുന്ന് കേട്ടതൊക്കെയാണ് അവരെടുക്കുന്നത്. ഇതൊക്കെ ഒരു അഭ്യർത്ഥനയാണ്. നമ്മളെല്ലാം തികഞ്ഞു എന്നല്ല പറയുന്നത്. നമ്മുടെ സമ്പ്രദായത്തിൽ നമുക്ക് കൃത്യമായിട്ട് ധാരണകളുണ്ട്, വ്യവസ്ഥയുണ്ട് എന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു. മറിച്ച് ഹിന്ദുവിൻ്റെ കാര്യം സംഘടനകളല്ല, മറിച്ച് ഈ പറയുന്ന പോലെ തന്നെയാണ്. അതുകൊണ്ട് സമാധി ഇരിക്കുന്നവരും തന്നെ ഇവരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പോകാനും. ശരിയും തെറ്റും പറയാൻ ശ്രമിച്ചു. ഇതിൻ്റെ മതസ്പർദ്ധയാക്കാൻ പാടില്ല. അത് പറയുന്നതോടുകൂടി മറ്റൊരു ചാനലിൽ ഇരുന്ന് പറയാൻ തുടങ്ങി. മുസ്ലിങ്ങളെ കുറിച്ച് പറയാനായിട്ട് അവരവിടെ ഇരുന്ന് വട്ടമേശ സമ്മേളനം കൂടാൻ തുടങ്ങി. ഇവരൊക്കെ ഒരേ ബെഞ്ചിൻ്റെ അപ്പുറം ഇരുന്നിട്ട് ആദ്യം തീരുമാനിക്കണം രാഷ്ട്രത്തിൽ എങ്ങനെ അലമ്പുണ്ടാവണം. രാഷ്ട്രം ചിഹ്നിച്ചതെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ നിന്നിട്ട് മുസ്ലിമിനെ പാണതും അവിടെ നിന്നിട്ട് ഹിന്ദുവിനെ പാണതും അപ്പുറം നിന്ന് ക്രിസ്ത്യാനെ പാണതും ഒക്കെ ആരാണ്? ഇവിടെ തമ്മിലടിക്കണം എന്ന് കരുതുന്നവരെ ഇവർ വട്ടമേശ സമ്മേളനം നടത്തിയിട്ട് തീരുമാനിക്കുന്ന. അതിന് ഈ ഗോപൻ സ്വാമിയെ പോലെ വിട്ടുകൊടുക്കരുത്. ഒരു ധർമ്മബോധമുള്ള ഒരു ധർമ്മവിത്തുക്കളും അതിൻ്റെ പുറകെ പോരുത്. നമുക്ക് വേണ്ടത് ഈ നാട്ടിൽ സമാധാനമാണ്, ലോകത്ത് സമാധാനമാണ് വേണ്ടത്. സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്ന വേണം, പരസ്പരം ആദരവുണ്ടാവും. ഇത്തരം വിഷയങ്ങളെ ഗൗരവമായി കാണും. നിങ്ങൾ ഈ വിഷയത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴും ചെയ്യുന്നത് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്നത് അനാദരവാണ്. അത് ചെയ്യാതിരിക്കും. റിക്വസ്റ്റാണ്. ആദരവ് കാണിക്കും. അതാണ് മനുഷ്യത്വം. ദൈവികതയൊന്നും കാണണ്ട. നമ്മുടെ സംവിധാനം അത് പട്ടിയെത്താൽ പോലെ ആദരവ് കൊടുക്കുന്നുണ്ട്. അത് മനുഷ്യത്വമാണ്. ദൈവികത കൊണ്ടോ സിദ്ധി കൊണ്ടോ അല്ല. ആ മനുഷ്യനെ വെറുതെ വിടും, വിഷയത്തെ എടുത്തോളൂ. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഈ സമാധിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ ഈ രഹസ്യം സൂക്ഷിക്കാൻ കാരണം എന്തോ പിശക് അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു പിശകുമില്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള നിയമവ്യവസ്ഥയ്ക്ക് അവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അജ്ഞാനമാണ്. എന്ത് വലിയ സമാധി എന്ന് പറഞ്ഞാൽ കുംഭവും പൂരകവും എന്നൊക്കെ വായോണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. അതൊന്നുമല്ല ഈ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടി സാമാന്യം ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. മറ്റേ ഭഗവത്ഗീത ഖുറാനൊന്നും അല്ല ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ പ്രശ്നം. അല്ലെങ്കിൽ ഈ ലോകത്തെ ജീവിക്കാൻ അതൊന്നുമല്ല. അതൊക്കെ വ്യക്തിപരമാണ്. നമ്മളെ സിദ്ധാന്തം പോലും വ്യക്തിപരമാണ്. അല്ലാണ്ട് ഈ രാഷ്ട്രത്തെ ജീവിക്കാൻ ഇതൊന്നും, ലോകത്തെ ജീവിക്കാൻ ഇതൊന്നും അല്ല അത്യാവശ്യം. അതൊരു മനുഷ്യത്വമാണ്. ആ മനുഷ്യത്തിലേക്ക് നയിക്കാൻ ഇത്ര സംവിധാനങ്ങൾ, അതിനെ തകർക്കുന്ന പദ്ധതികൾ ഈ എക്സും വൈയും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരും മതവിരോധം പറയുന്ന ആൾക്കാരും ഒക്കെയുണ്ട്. ആ കൂട്ടത്തിൽ തുടങ്ങിയ പോലെ ഹൈന്ദവമായ കാര്യങ്ങളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ശരി, അതിങ്ങോട്ട് വേണ്ട. കാരണം അത് സംഘപരിവാറാണെന്ന് പറയുന്ന ചില മൂഢന്മാരുമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞങ്ങളൊക്കെ ഹിന്ദുവാകുന്നത് പരിവാറായത് കൊണ്ടല്ല. പരിവാറുകാർ ഞങ്ങളാളുകളുടെ ഇടയിൽ പരിവാറുകാരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇല്ലാത്തവരൊക്കെ നമ്മളെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാ ആളുകളുമുണ്ട്. അല്ലാണ്ട് ഒന്നിൻ്റെയും ആളല്ല, ഒരു മതത്തിൻ്റെയും ആളായിട്ട് കൊണ്ടുമല്ല നമ്മളൊന്നും പ്രവർത്തിക്കുന്നത്. മനുഷ്യത്വം മാത്രമാണ് നമ്മളെയൊക്കെ അടുത്ത് വന്നവർക്ക് അറിയാൻ പറ്റും. എന്തായാലും ശരി, പറയേണ്ടത് രേഖപ്പെടുത്തിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ ദർശനങ്ങളുടെ, സമുദായങ്ങളുടെ ഒക്കെ ഭാഗമായിക്കൊണ്ട്, മഠത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഈ പറയപ്പെടുന്ന വിധാനത്തിൽ ഈ ഹൈന്ദവ സംസ്കൃതിയുടെ ഒരു ഗുരു, ആചാര്യൻ എന്നൊരു സംവിധാനം, ഒരു മഠാധിപതിയൊക്കെ ആയിട്ടിരിക്കുന്ന വ്യവസ്ഥയിൽ നമ്മെ സംബന്ധിച്ച് ഈ ചെയ്തിരിക്കുന്ന ഒരുപാട് തെറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ നിയമപരമായി അതിന് അന്വേഷണം നടത്തി കൃത്യമായി തെറ്റുകാരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും, അതല്ല എന്നുണ്ടെങ്കിൽ ആ മാന്യമായിട്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. ഒരിക്കലും ഇതിൻ്റെ ആചാരങ്ങൾ പറയാൻ നമ്മളാരും ആളല്ല. അതൊരു സഭ കൂടിയിട്ട് നിശ്ചയിച്ച് ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു സംഘടനകൾക്കും ഞങ്ങളാകുന്ന ഹിന്ദുക്കളുടെ മേൽ സ്വാധീനം ഞങ്ങൾ കൊടുത്തിട്ടില്ല. ആ സംഘടനകൾ ഞങ്ങൾക്ക് എപ്പോഴും അസ്പൃശ്യത കൽപ്പിക്കുന്നവരാണ്. ആ അസ്പൃശ്യത മാറ്റാത്തോളം കാലം ഈ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. നമ്മുടെ ധർമ്മസമരം, ഞങ്ങളുടെ ഭൂരിപക്ഷ ജനതയായിരിക്കുന്ന ഞങ്ങളുടെ ആചാരാനുഷ്ഠാന സംരക്ഷണത്തിന് വേണ്ടി ഇവർ ഞങ്ങൾക്ക് സഹകരിക്കാത്തോളം കാലം ഒന്നിച്ചു പോകാൻ അവരില്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഒന്നിച്ചു വരും കാലത്ത് നമുക്ക് ആലോചിക്കാം. ഇത് സ്നേഹത്തിന് ഭിന്നമായിട്ടോ ഭിന്നിപ്പിന് വേണ്ടി പറയുകയല്ല. ഐക്യം അഡ്ജസ്റ്റ്മെന്റ് ആകരുതേ, അറിഞ്ഞുകൊണ്ടാകണം. അപ്പൊ ഇവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലി അമ്മയും മുത്തിവെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാന മക്കളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തം ഹരി നമ ചണ്ടാള രൂപായ ഗുരു ശ്രീപാദകാം പൂജയാമി. ചണ്ടാളഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.